അടുത്ത പ്രോഗ്രാമിംഗ് സിയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പോയിന്റേഴ്സ്. ഇപ്പം തന്നെ പലരുടെ മനസ്സിൽ തോന്നി കാണുമല്ലേ, ഏറ്റവും ഇൻട്രസ്റ്റിങ്ങോ, ഇത് കുറച്ച് പണിയുള്ള കാര്യമല്ലേ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ അതുമല്ല നമ്മുടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനും റിക്രൂട്ടേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ വെറുതെ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒന്നും ചോദിക്കത്തൊന്നുമില്ല, അവർ പോയിന്റേഴ്സിനെ ചോദിക്കത്തുള്ളൂ. ശരിക്കും ഇത്രയും നേരം നമ്മളൊരു ഡെവലപ്പർ എന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യാൻ പഠിച്ചാണ്. ഇനി ശരിക്കും മെമ്മറിക്കുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതുകൂടി നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഞാൻ പറഞ്ഞു കൂട്ട് തന്നെ പോയിന്റേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോഴും എനിക്കറിയാം പല ആൾക്കാരും അഡ്രസ്സിൻ്റെ മെമ്മറി, അത് സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പഠിച്ചിട്ട് പേടിച്ചിരിക്കുവാണ്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പോയിന്റർ എങ്ങനെയും കിട്ടാൻ പോകുന്നില്ല. അത്ര സിമ്പിളായിട്ട് പഠിപ്പിച്ചിട്ട് പോയിന്റേഴ്സിൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യത്തക്ക രീതിയിൽ ഞാൻ ആക്കിത്തരാം. അതിന് പോയിന്റേഴ്സ് ചുമ്മാ ഡെഫിനിഷൻ പഠിക്കുമല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു ഓർഡർ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ആ രീതി മാത്രം ഓർത്തിരിക്കുമ്പം ഞാൻ ചില ഡയലോഗുകൾ പറയും, ആ ഡയലോഗുകൾ അതേപടി മലയാളത്തിൽ നിങ്ങൾ എഴുതി വെച്ചോണം. എന്നിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ചാൽ പോയിന്റർ എന്ന് പറഞ്ഞൊരു സംഭവമല്ല. അപ്പം എന്താണ് പോയിന്റർ? സത്യത്തിൽ പോയിന്റർ എന്ന് പറയുന്നതും ഒരു വേരിയബിൾ തന്നെയാണ്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ച് കേട്ടോണം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു 15 മിനിറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പോയിന്റേഴ്സ് മുഴുവൻ നമുക്ക് മനസ്സിലാവും. ആ ഒരു കൺസെപ്റ്റ് കിട്ടണം എന്താണെന്ന്. പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു വേരിയബിൾ തന്നെയാണ്. നമ്മൾ ഇൻഡ് എക്സ് ഇൻഡ് വൈ എന്നൊക്കെ പറയുന്നത് നമ്മൾ പി ടി ആർന്ന്, സത്യത്തിൽ പി ടി ആർന്ന് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനും നമ്മുടെ പോയിന്ററിനും എനിക്ക് എന്തിടാം, എക്സും വൈ എന്നൊക്കെ ഇടാം. പക്ഷേ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി ടി ആർന്നിടുന്നത്. അപ്പൊ പോയിന്റർ എന്താണെന്ന് ചോദിച്ചാൽ, പോയിന്ററും ഒരു വേരിയബിൾ തന്നെയാണ്. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനിനുള്ളിൽ ഒരു ഡെപ്പയാണ്. ശരിക്കും സാധാരണ വേരിയബിൾ ഉണ്ടല്ലോ, ഒരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? പക്ഷെ പോയിന്റർ സാധാരണ ഒരു വേരിയബിൾ അല്ല. അവനൊരു സാധാരണ വാല്യൂ അല്ല സ്റ്റോർ ചെയ്യുന്നത്. അവൻ എപ്പോഴും മെമ്മറി അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് പോയിന്റേഴ്സ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. വേരിയബിൾ, വേറൊരു വേരിയബിൾ. ഇതിനെ നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കും, ഇതിനെ നമ്മൾ പോയിന്റർ എന്ന് വിളിക്കും. കാരണം രണ്ടും വേരിയബിൾ തന്നെയാണ്. സാധാ വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു വാല്യൂ ആണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ അല്ല സ്റ്റോർ ചെയ്യുന്നത്, അവനകത്ത് എപ്പോഴും ഒരു മെമ്മറി അഡ്രസ് ആയിരിക്കും, ഒരു അഡ്രസ് ലൊക്കേഷൻ്റെ നമ്പർ ആയിരിക്കും എന്ന് മാത്രം ഓർത്തുകൊള്ളുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഒരു കാര്യം ഓർത്തോണം. ദാറ്റ് മീൻസ് പോയിന്റർ ഈസ് എ വേരിയബിൾ വിച്ച് സ്റ്റോർസ് ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് അനദർ വേരിയബിൾ. അതായത് ഞാനൊരു വേരിയബിൾ എടുത്ത് ആ വേരിയബിളിന് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത്. അല്ല, നമുക്ക് ഇങ്ങനെ ഓർത്താൽ നമുക്ക് കുറേ വേരിയബിൾസ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് കുറേ ഡപ്പകളുണ്ട്. അതായത് ആ മെമ്മറിക്കകത്ത് അതിനൊരു അഡ്രസ്സ് കാണുമല്ലോ. ഈ അഡ്രസ്സ് എല്ലാം കൂടെ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെയാണ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. ബോർഡിലോട്ട് നോക്കിയേ. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു, വേരിയബിൾ ദാറ്റ് സ്റ്റോർ ദ മെമ്മറി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ശരിക്കും നോക്കണം, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ ആദ്യമേ എന്താണ് പറയുന്നത്, നമ്മളിപ്പം ഒരിതെടുത്ത് ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22 നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22 എന്ന് ഡിക്ലെയർ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് എന്താ, മെമ്മറി പോവും, മെമ്മറിയിൽ ഒരു ഡപ്പ എടുക്കും, ഡപ്പയ്ക്ക് പേര് ഏജ് എന്നിടും. ഇപ്പം എൻ്റെ വേരിയബിളിൻ്റെ പേര് ഏജ് എന്നാണ്. അതിനകത്തോട്ട് ഞാൻ 22 എന്ന് പറയുന്ന നമ്പർ സേവ് ചെയ്യാൻ പറയും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 22 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത ഈ വേരിയബിളിന് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഒരു മെമ്മറി അഡ്രസ് ഉണ്ട്, 2010 ആണെന്ന് ഇരിക്കട്ടെ. പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് കേട്ടെ, പോയിന്റർ ഒരു വേരിയബിൾ ആണ്. പക്ഷെ ഈ വേരിയബിളിനുള്ളിൽ നമ്മൾ 2, 3, 4 എന്ന് പറയുന്ന വാല്യൂ അല്ല സ്റ്റോർ ചെയ്യുന്നത്. നോക്കിക്കേ, ഈ വേരിയബിളിന്റെ മെമ്മറി അഡ്രസ് ആണ് ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്നത്. അതിനെയാണ് പോയിന്റർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പോയിന്റർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്, ദാറ്റ് സ്റ്റോർസ് മെമ്മറി ലൊക്കേഷൻ ഓഫ് അനദർ വേരിയബിൾ. ഏജ് ഒരു വേരിയബിൾ ആണ്, പോയിന്റർ ഒരു വേരിയബിൾ ആണ്. ഏജിനകത്ത് ഞാനൊരു വാല്യൂ സ്റ്റോർ ചെയ്യും, എന്നാൽ പോയിന്ററിനകത്ത് ഞാൻ എന്താ സ്റ്റോർ ചെയ്യുന്നത്, വേറൊരു വേരിയബിളിന്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അത്രയും ഓർത്താൽ മതി. അപ്പം നിങ്ങൾ ഇനി എവിടെങ്കിലും വെറുതെ പോയിന്റർ എന്ന് കണ്ടിട്ടുണ്ട് ഓർത്തോണം, അതിനുള്ളിൽ അഡ്രസ്സ് ആയിരിക്കും.
ഏജ് എന്ന് കണ്ടു കഴിഞ്ഞപാടെ ഓർത്തോടെ ഒരു വാല്യൂ ആയിരിക്കും, ഡൗട്ടൊന്നുമില്ലല്ലോ. ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞ പാടെ അതിനുള്ളിൽ ഒരു വാല്യൂ ആയിരിക്കും എന്ന് നോക്കുക. പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്തായിരിക്കും, ഒരു അഡ്രസ് ആയിരിക്കും എന്ന് ഓർത്തുകൊള്ളുക. ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ അഡ്രസ്സ്. ക്ലിയർ അല്ലേ? അപ്പം ആദ്യത്തെ പോയിന്റേഴ്സിൽ നിങ്ങൾ ഇത്രയും കാര്യം ഞാൻ ഈ പറയുന്ന ഈ രീതിയിലേ നിങ്ങൾ ഓർക്കാവുള്ളൂ. പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിളാണ്. സാധാ വേരിയബിൾ വാല്യൂ സ്റ്റോർ ചെയ്യും. പക്ഷെ പോയിന്റർ സ്റ്റോർ ചെയ്യുന്നത്, പോയിന്റർ ഒരു വേരിയബിൾ തന്നെയാണ്, പക്ഷെ ഇവൻ വാല്യൂ സ്റ്റോർ ചെയ്യില്ല, ഇവൻ അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ. അപ്പൊ പോയിന്റർ, ഞാൻ PTR എനിക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം, എക്സ് എന്ന് വിളിക്കാം, മനു എന്ന് വിളിക്കാം, എനിക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. സെൻസിബിൾ ആയിട്ട് പോയിന്റർ ആണെന്ന് മനസ്സിലാകാൻ വേണ്ടി PTR എന്ന് വിളിക്കാം. അപ്പൊ PTR എന്ന് കേട്ടപാടാൻ നിങ്ങൾ ഓർത്തോണ്ട് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടായിരിക്കും, ഒരു വലിയ ലൊക്കേഷന്റെ വലിയ മെമ്മറിയെ തരത്തുള്ളതെന്ന് ആലോചിക്കുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇതിന്റെ സിൻടാക്സ് ഒന്ന് നോക്കണം, എങ്ങനെയാണ് ഈ പറയുന്ന പോയിന്റർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആദ്യമേ ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22 എന്ന് കൊടുത്തു, ഡൗട്ട് ഒന്നുമില്ലോ. ഇനി ഞാൻ എന്നെ പോയിന്റർ പറയാൻ പോവാണ്. ഇൻഡ് സ്റ്റാർ PTR ദാറ്റ് ഈസ് ഈക്വൽ ടു ആംബ്രസൺ ഏജ്. ഈ ആംബ്രസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? അഡ്രസ്. ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22, ഡൗട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ പോയിന്ററിലേക്ക് എന്താണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്? ഈ ഏജ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ 2 ലൈനാണ് എപ്പോഴും നമ്മൾ പോയിന്ററിൽ പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓർക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 33 എന്ന് കൊടുത്ത്, അല്ല ഇൻഡ് എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുത്ത്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റർ ഞാൻ ഉണ്ടാക്കണതിൽ ഇൻഡ് സ്റ്റാർ PTR ഈസ് ഈക്വൽ ടു. ഓക്കെ, ഒരു കാര്യം ഓർക്കണം, എന്താണോ എൻ്റെ ഈ പോയിന്ററിനുള്ളിലേക്ക്, ഇത് പോയിന്റർ ആണെന്ന് കാണിക്കാനാണ് സ്റ്റാർ ഇടുന്നത്. ഇൻഡ് ഈ PTR ഈസ് ഈക്വൽ ടു ആംബ്രസൺ ഏജ്. ഇതൊരു ഡിക്ലറേഷനാണ് കേട്ടോ. ഈ ഡിക്ലറേഷനിലാണ് എല്ലാവർക്കും പോയിന്ററിൽ കൺഫ്യൂഷൻ വരുന്നതെന്നാണ് നോട്ടെ. ഈ ഡിക്ലറേഷനിലാണ് പ്രശ്നം. ഇതൊരു പോയിന്റർ ആണെന്ന് കാണിക്കാൻ മാത്രമാണ് ഈ സ്റ്റാർ ഇടുന്നതെന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കൊരു വേരിയബിൾ ഉണ്ട് ഏജ്, എനിക്ക് വേറൊരു വേരിയബിൾ ഉണ്ട് പോയിന്റർ. ഇതിനകത്ത് ഞാൻ എന്താണ് പറയുന്നത്? 33 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത്, അപ്പൊ ഇതിന്റെ മെമ്മറിയാണ് 2010 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താ? എൻ്റെ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ഓഫ് ഏജ് സ്റ്റോർ ചെയ്തോളാം. അഡ്രസ് ഓഫ് ഏജിന്റെ അഡ്രസ് എന്താ? 2010 ഞാൻ സ്റ്റോർ ചെയ്തോളാൻ പറയാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി ഇതിനെ വിളിക്കേണ്ട എന്താ? PTR ഈസ് ഈക്വൽ ടു ആണ് 2010. ഇതാണ് ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. മനസ്സിലായില്ലേ? സ്റ്റാർ PTR എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അഡ്രസ് എന്ന്. ഇതിനെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു പോയിന്റർ ആണെന്ന് കാണിക്കാനാണ് ഞാൻ സ്റ്റാർ PTR. മനസ്സിലായില്ലേ? സ്റ്റാർ PTR ഈ അഡ്രസ് ഓഫ് ഏജ്, അതായത് ഏജ് എന്ന് പറയുന്ന വേരിയബിൾ, ഒന്നുകൂടി ഞാൻ പറയാം, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാലും ഈ ഒരു കാര്യത്തിലാണ് പലർക്കും ആദ്യമേ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22 എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഒരു വേരിയബിളിന് ഏജ് എന്ന് പേരിടും, അത് ഈ 22 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് ഈ പറയുന്ന വേരിയബിളിന് ഒരു അഡ്രസ് ഉണ്ട്, ദാറ്റ് ഈസ് ആംബ്രസൺ ഏജ് എന്ന് പറയും. സപ്പോസ് അത് 2010 ആണെന്ന് ഇരിക്കട്ടെ. അതാണ് എൻ്റെ പോയിന്ററായിട്ട് ഞാൻ സേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡെഫിനിഷനാണ് ഇങ്ങനെ, ഇൻഡ് സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജിൻ്റെ അഡ്രസ്സ്. ഇതിൽ ഈ സ്റ്റാർ വരുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഓർത്തോണം. PTR എന്ന് പറയുന്ന പോയിന്റർ എടുത്ത് അതിനകത്തോട്ട് എൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് ഇത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ വാട്ട് ഈസ് PTR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2010 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സ്റ്റാർ PTR എന്താണ് നമുക്ക് അടുത്ത ഇനി വഴിയെ പഠിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിൻടാക്സ് എന്ന് പറയുന്നത്. എപ്പോഴും ഈ 2 കാര്യം ഓർത്തോണം. ഇത് നമുക്ക് വഴിയെ പറയാം. ഓക്കെ, ഈ 2 കാര്യം എന്താ? ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22. അപ്പോൾ എന്താണ്? ഏതാണ് പറഞ്ഞത്? എൻ്റെ ഒരു ഡെപ്പ എടുത്തിട്ട് ഏജ് 22 സേവ് ചെയ്തു, അതിൻ്റെ മെമ്മറി ഇതാണ്. ഇനി ഞാൻ പറയാൻ പോവാണ്, ഐ ആം ഗോയിങ് ടു മേക്ക് എ പോയിന്റർ ദാറ്റ് ഈസ് ഇൻഡ്. എന്തുകൊണ്ടാണ് അവിടെ ഇൻഡ് എന്ന് വഴിയാ പറഞ്ഞത്? ഇതാണ് ഡെഫിനിഷൻ. ഇൻഡ് PTR ഈസ് ഈക്വൽ ടു ഏജിൻ്റെ അഡ്രസ് അതിലോട്ട് സേവ് ചെയ്യുക. അതായത് PTRലോട്ട് ഇത് സേവ് ചെയ്യുക എന്നാണ്. സത്യത്തിൽ ഇവിടെ പലർക്കും ഡൗട്ട് തോന്നുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഇട്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതല്ലേ എന്ന്.
ആംബർസനേജ് ശരിയാണ്, ഇതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതിൻ്റെ ഒരു ഡെഫിനിഷൻ മാത്രമാണ് ഇങ്ങനെ, അത് പോയിൻ്ററാണെന്ന് കാണിക്കാൻ. ഒറ്റ കാര്യം ഓർത്തോളം, പോയിൻ്ററിലേക്ക് അഡ്രസ്സാണ് സേവ് ആകുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഇനി നമുക്കൊന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട്. ഞാൻ ഇനിയും പറയാൻ പോണ് ഇൻറ്റ് ഏജ് ഈസ് ഈക്വൽ ടു 22. അങ്ങനാണെങ്കിൽ ഞാനൊരു പോയിൻ്റർ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. PTR സ്റ്റാർ PTR ഈസ് ഈക്വൽ ടു എൻ്റെ ആ പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് അങ്ങ് സ്റ്റോർ ചെയ്തു. അതായത് ഓർത്തോണം, ഏജ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട് 22. ഇനി ഞാൻ PTR എന്ന് പറയുന്ന ഒരു പോയിൻ്റർ ഞാൻ ഡിഫൈൻ ചെയ്തു. അതിലേക്ക് എന്താണ് ഞാൻ സ്റ്റോർ ചെയ്തത്? അഡ്രസ് ഓഫ് ഏജ്. 2010 ആണെന്നിരിക്കട്ടെ, PTRലേക്ക് അഡ്രസ് ഓഫ് ഏജ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണെന്ന് നിങ്ങൾ ആലോചിക്കുക. ചിലപ്പോൾ ഇതിന് ഈ പോയിൻ്റർ ഒരു വേരിയബിളാണ്, അതിന് ചിലപ്പം വേറൊരു മെമ്മറി ലൊക്കേഷൻ കാണുമോ, മെമ്മറി അഡ്രസ്സ് കാണും. അത്രയും ഓർത്തോളുക. ഇതാണ് ഈ ഡെഫിനിഷനിൽ നിങ്ങൾ ഇതാണ് ആദ്യമേ ആലോചിക്കേണ്ടത്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോണം. ഈ പോയിൻ്ററിലേക്ക് ഏതിൻ്റെ മെമ്മറിയാണ് ഞാൻ ഈ പറയുന്ന ഏജ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ് ഞാൻ സ്റ്റോർ ചെയ്തത്. ഈ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ ഇൻറ്റിജർ വാല്യൂ ആണ്. മനസ്സിലായില്ല? അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്. അതായത് എൻ്റെ ഒരു പോയിന്റിലേക്ക് ഞാനൊരു അഡ്രസ്സ് സ്റ്റോർ ചെയ്തു. ആ അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അഡ്രസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇൻറ്റ് പോയിൻ്റർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു നെയിം എന്ന് പറയുന്ന വേരിയബിൾ എടുത്ത് അതിനകത്ത് എന്ന് പറയുന്ന വേരിയബിളാണ് സേവ് ചെയ്ത്. അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ 2025 ആണെന്നിരിക്കട്ടെ. ഞാനൊരു പോയിൻ്റർ ഡിഫൈൻ ചെയ്തു. അതിലേക്ക് എന്തിട്ട്? ഇതിൻ്റെ അഡ്രസ്സ് ഇട്ട്. പോയിൻ്റർ ക്യാൻ സ്റ്റോർ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. മനസ്സിലായില്ലേ? ഇനി ഈ അഡ്രസ്സിൽ ശ്രദ്ധിച്ച് കേട്ടോണം, എൻ്റെ പോയിൻ്ററിലേക്ക് ഏത് അഡ്രസ്സാണോ ഞാൻ ഇട്ടത്, ആ അഡ്രസ്സ് എന്തിനെയാണ് കാണിക്കുന്നത്? ഒരു ക്യാരക്ടറിനെയാണെങ്കിൽ ഞാൻ പോയിൻ്റർ ഡിഫൈൻ ചെയ്യുന്നത് ക്യാരക്ടർ പോയിൻ്റർ എന്നാണ്. അതായത് സിമ്പിളി പോയിൻ്ററിനെ നമ്മൾ ഇൻറ്റ് പോയിൻ്റർ എന്ന് വിളിക്കാം, ഫ്ലോട്ട് പോയിൻ്റർ എന്ന് പറയും, ക്യാരക്ടർ പോയിൻ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റാർ ഇട്ട് ഡിഫൈൻ ചെയ്യും. ഇത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ പോയിൻ്ററിനുള്ളിൽ ഒരു അഡ്രസ് വാല്യൂ ഉണ്ടല്ലോ, ആ അഡ്രസ്സിൽ ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റ് എന്ന് പറഞ്ഞിടണം. എൻ്റെ പോയിൻ്ററിനുള്ളിൽ ഞാനൊരു അഡ്രസ്സ് സേവ് ചെയ്തിട്ടുണ്ട്. ആ മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ അറ്റ് ദാറ്റ് മെമ്മറി ലൊക്കേഷനാണ് ഈ ഇൻറ്റ് ഫ്ലോട്ട് ക്യാരക്ടർ സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ആദ്യത്തെ ഫിഗറിലോട്ടൊന്ന് വന്നേ. ഈ പോയിൻ്റർ എന്ത് തരം പോയിൻ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോയിൻ്ററിനകത്തൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ആ മെമ്മറി ലൊക്കേഷൻ എന്താണ്? ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് ഉള്ളത്. ആ ലൊക്കേഷനിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ പോയിൻ്ററിനെ നമ്മൾ ഇൻറ്റ് സ്റ്റാർ PTR എന്നായിരിക്കും വിളിക്കുന്നത്. ഇനി ഒരു കാര്യം ഓർത്തേ, ഇതിൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണെന്ന്, ഇവിടെ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണെന്നിരിക്കട്ടെ. ഈ പോയിൻ്ററിൽ അഡ്രസ്സിൽ എന്ന് പറയുന്ന ക്യാരക്ടറാണുള്ളത്. അതുകൊണ്ട് ഈ പോയിൻ്ററിനെ ഞാൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ക്യാരക്ടർ പോയിൻ്റർ എന്ന് ഡിഫൈൻ ചെയ്യണം. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ, പോയിൻ്ററിൻ്റെ അഡ്രസ്സിനുള്ളിൽ ഏത് വാല്യൂ ആണോ, പോയിൻ്ററിനുള്ളിൽ ഒരു അഡ്രസ്സാണ് സേവ് ചെയ്തേക്കുന്നത്, ആ അഡ്രസ്സിൽ ഏത് വാല്യൂ ആണോ ഉള്ളത് അതിനെ വെച്ചിട്ടാണ് പറയുന്നത്. ഇതൊന്നും ഇങ്ങനെ ഓർത്തിരിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടുത്ത ലൈൻ കൂടി കാണുമ്പോഴാണ്. അപ്പം നമ്മൾ എന്താണ് പറയുന്നത്? പോയിൻ്റർ ഡിഫൈൻ ചെയ്തല്ലോ, ഇൻറ്റ് ഏജ് ഈസ് ഈക്വൽ ടു 22 എന്നെടുത്ത്. അടുത്ത എങ്ങനെയാണ് പോയിൻ്റർ കിട്ടുന്നത്? പോയിൻ്റർ PTR ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് ഏജ് സ്റ്റോർ ചെയ്തു. ഈ 2 ലൈനിൽ പോയിൻ്റർ ഡെഫിനേഷൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം ഓർത്തോണം, നമ്മൾ പറയാൻ പോവാണ് അതിനുള്ളിൽ അപ്പം ഈ സ്റ്റാർ PTR എന്താണ്? ഓക്കെ അല്ലേ? ഒരു കാര്യം ഇനി ഓർത്തോണം, ഈ ലൈനിൽ തന്നെ ഇനിയും ഇതൊരു ഡെഫിനിഷൻ മാത്രമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പോയിൻ്റർ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ഇതിൽ PTR എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അഡ്രസ് ഓഫ് ഏജ് ആയിരിക്കും. ഇനി സ്റ്റാർ PTR, ഈ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തോണം വിച്ച് ഡിനോട്ട്സ് എ വാല്യൂ. എപ്പോഴും ഓർത്തോണം, പോയിൻ്ററിനകത്ത് എല്ലാവരുടെയും മനസ്സിൽ സ്റ്റാർ PTR എന്ന് കാണാൻ പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഓർക്കരുത്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ നോക്കുക.
ഈ ഡെഫിനിഷൻ നോക്കണം. PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിളിനകത്ത് എൻ്റെ ഏതോ ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇനി സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനത്തിന് മുമ്പിൽ സ്റ്റാർ ഇട്ടാൽ, ഡെഫിനിഷൻ വിട്ടേക്ക്, ഏതെങ്കിലും മുമ്പിൽ ഒരു പോയിന്ററിന് മുമ്പിൽ സ്റ്റാർ ഇട്ട ഓർത്തോണം അതൊരു വാല്യൂ ആണ് നമുക്ക് തരേണ്ടതെന്ന്. അതായത് ഓർത്തോണം, ആദ്യത്തെ ഇതിനകത്ത് ഇത് ഞാൻ പറയാൻ പോണ് സ്റ്റാർ PTR. ഓർത്തോണം, ഡെഫിനിഷൻ നിങ്ങൾ കാണാൻ പഠിച്ചോണം. പലർക്കും കൺഫ്യൂഷൻ വരലുണ്ട്. എന്താണ് ഈ സ്റ്റാർ പിന്നമാർ എന്തിനേട്ടത്? അതൊരു പോയിന്ററാണെന്ന് കാണിക്കാനുള്ളൊരു സിൻടാക്സ് ആണെന്ന് ഓർത്താൽ മതി. പക്ഷെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ PTR ഈക്വൽ ടു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം, PTR എന്താണെന്ന് ചോദിച്ചാൽ ഓർത്തോണം അതൊരു മെമ്മറി ലൊക്കേഷനാണ്. പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പോയിന്റർ ഒരു വാല്യൂ അല്ല സ്റ്റോർ ചെയ്യുന്നത്. പോയിന്റർ ഓൾവേസ് സ്റ്റോർസ് എ മെമ്മറി അഡ്രസ്. അപ്പൊ എപ്പോഴും PTR ഈക്വൽ ടു എന്താണെന്ന് ചോദിച്ചാൽ ഒരു അഡ്രസ്സേ നമുക്ക് തരത്തുള്ളൂ. ഇവിടെ PTR ഈക്വൽ ടു എത്ര തരുന്നത്? 2010 തരുന്നത്. പക്ഷെ സ്റ്റാർ PTR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർ PTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓൾവേസ് ഒരു വാല്യൂവേ തരത്തുള്ളൂ. ഓർത്തോണം, അത് ഏത് വാല്യൂ ആണെന്ന് അറിയാമോ? ആ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTRനകത്തൊരു അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സിൽ ഏത് വാല്യൂ ആണോ സേവ് ചെയ്തേക്കുന്നത് ആ വാല്യൂവേ ആയിരിക്കും സ്റ്റാർ PTR എന്ന് പറയുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇത്രയും പഠിച്ചാൽ പോയിന്റർ നിങ്ങൾ ഫുൾ പഠിച്ചു. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. പോയിന്റർ പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ വരാനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം അവരെല്ലാവരും പോയിന്ററിൻ്റെ ഈ ഡെഫിനിഷൻ വെച്ചിട്ടാണ് മനസ്സിൽ ഓർക്കുന്നത്. ഡെഫിനിഷൻ വെച്ചിട്ട് മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാലും പലപ്പോഴും എന്താണെന്ന് അറിയട്ടെ, ഈ പറയുന്ന കാര്യം പഠിക്കാൻ പാടായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ പോയിന്ററിൽ ഇനി എന്ത് കാര്യവും ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഡെഫിനിഷൻ അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ പഠിച്ചു. ഇതാണ് ഒരു പോയിന്ററിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇൻഡ് ഏജ് ഈക്വൽ ടു 22. ഈ ബ്ലോക്കിന് ഈ വേരിയബിളിൽ ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് എടുത്ത് PTRലോട്ട് സേവ് ചെയ്യാന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നിങ്ങൾ എപ്പോഴും പ്രോഗ്രാം ചെയ്യാൻ നേരത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. PTR എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം പ്രിന്റ് PTR. ആ PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എപ്പോഴും ഓർത്തോണം അത് എപ്പോഴും ഒരു അഡ്രസ്സേ തരത്തുള്ളൂ. അപ്പോൾ PTR എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾവേസ് ഇവിടെ 2010 ആയിരിക്കും. പക്ഷെ സ്റ്റാർ PTR എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പോയിന്ററിന് മുമ്പിൽ ഒരു സ്റ്റാർ കണ്ടാൽ ഓർത്തോണം അതൊരു വാല്യൂ ആണ് തരുന്നത്. ആ പോയിന്ററിനുള്ളിലുള്ള അഡ്രസ്സ് എന്താണോ, ഈ പോയിന്ററിനുള്ളിലുള്ള അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സിലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് തരുന്നത്. ദാറ്റ് മീൻസ് ദിസ് പോയിന്റർ വിച്ച് ഈസ് പോയിന്റിങ് ടുവേഴ്സ് എ വാല്യൂ. ഈ പറയുന്ന ഇനി നമ്മൾ ഫംഗ്ഷനകത്തും അറേസിനകത്തും സ്ട്രിങ്ങിനകത്തും എല്ലാം കയറിയിട്ട് ഈ പോയിന്റർ വെച്ച് കളിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്റ്റാർ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 22 തന്നെയാണ്. അതായത് എനിക്ക് ഈ 22 എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നതിന് പകരം ഇനി സ്റ്റാർ പോയിന്റർ എന്ന് എടുത്താൽ മതി. സിമ്പിൾ, അത്ര ആലോചിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു കാര്യം ഞാൻ ചുരുക്കി പറയാം. ഒരു പോയിന്റർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22 എന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു മെമ്മറിയിൽ ഏജ് എന്ന് പറയുന്ന വേരിയബിൾ എടുക്കും, 22 എന്ന് പറയുന്ന വാല്യൂ എടുക്കും. അതിനൊരു അഡ്രസ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പോയിന്റർ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഈ പോയിന്ററിലോട്ട് അഡ്രസ് ഓഫ് ഏജ് വിടണമെന്നാണ്. അതായത് ആ പോയിന്ററിലോട്ട് അഡ്രസ് ഓഫ് ഏജ് വിടണമെന്നാണ്. മനസ്സിലായില്ലേ? 2010 കണ്ടില്ല, ഈ അഡ്രസ്സ് ഇങ്ങോട്ട് ചെന്ന്. ഇനി ഓർക്കണം, ഈ 2010 ഒരു ഇൻഡിജർ വാല്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇൻഡ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതാണ്, ഇത് ഓർക്കണം. എന്തിനാണ് സാർ ഇങ്ങനെ ഇൻഡ് സ്റ്റാർ ഇട്ടേക്കുന്നത്? ഇതൊരു സിൻടാക്സ് ആണ്, ഇതൊരു പോയിന്റർ ആണെന്ന് കാണിക്കാനാണ്. എപ്പോഴും ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചല്ലോ. ഞാൻ ഇനി ഇത്രയും നേരം പറഞ്ഞു വിട്ടേക്ക്, ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചല്ലോ. ഇനി നിങ്ങളുടെ മനസ്സിലിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, PTR എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ 2010 എന്ന് പറയും. പക്ഷെ സ്റ്റാർ PTR എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾവേസ് സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തണം അവനൊരു വാല്യൂ ആണ് വേണ്ടത്.
ഞാൻ ഈ എന്തെങ്കിലും പോയിന്ററിന്റെ മുമ്പിൽ ഒരു സ്റ്റാർ ഇട്ട ഓർത്തോണം, ഈ സ്റ്റാർ എപ്പോഴും ഒരു പോയിന്റർ, ഈ സ്റ്റാർ എപ്പോഴും ഒരു വാല്യൂ എടുക്കും. ഏത് വാല്യൂ എടുക്കും? എൻ്റെ പോയിന്ററിനുള്ളിലുള്ള ഏത് അഡ്രസ്സാണോ ആ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ, വളരെ സിമ്പിൾ അല്ലേ? ഇനി നമുക്കിതൊന്ന് കോഡിൽ എഴുതി നോക്കാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കഥകളൊന്നും നിങ്ങൾ വലിയ ഇതായിട്ട് എടുക്കേണ്ട. ലാസ്റ്റ് പറഞ്ഞ ആ പോയിന്റ്, ഈ പോയിന്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. പോയിന്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, നിങ്ങൾക്ക് വളരെ താല്പര്യം തോന്നും, ഭയങ്കര ഇൻട്രസ്റ്റും ആയിരിക്കും ഇത്. അല്ലാതെ പോയിന്റർ പാടല്ല. ഞാൻ ഈ പറഞ്ഞ രീതി മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം? ഇതതിൻ്റെ ഡെഫിനിഷനാണ്. പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 പക്ഷെ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂ ആണ്. സ്റ്റാർ പോയിന്റർ എപ്പോഴും സ്റ്റാർ പോയിന്റർ എന്താണെന്ന് ചോദിച്ചാൽ ഓർത്തോളാം, ആ പോയിന്ററിനകത്തൊരു അഡ്രസ് ലൊക്കേഷൻ ഉണ്ട്. ആ അഡ്രസ് ലൊക്കേഷനിൽ എന്ത് വാല്യൂ ആണ്, ആ വാല്യൂവിനെയാണ് ഈ സ്റ്റാർ തരുന്നത്. ക്ലിയർ അല്ലേ? ഇതോട് നോക്കിയാൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22 എന്ന് കൊടുത്ത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു പോയിന്റർ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്? ഇൻഡ് സ്റ്റാർ PTR ഈസ് ഈക്വൽ ടു, അതിലോട്ട് എന്താണ് സ്റ്റോർ ചെയ്യേണ്ടത്? ഏജിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്കൊരു കാര്യം നോക്കാം, പ്രിന്റ് എഫ്. ഇപ്പൊ മനസ്സിലാകുന്ന കാര്യം പറയാം. പ്രിന്റ് എഫ് %d. അതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ ഓർത്തോണം, ഈ പറയുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ഇവിടെ നോക്കണം. നോക്കിയേ, ഫോർമാറ്റ് സ്പെസിഫയർ. നമ്മളൊരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഏജ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ %d മതി. ഒരു ഫ്ലോട്ട് വാല്യൂ ആണ് %f എന്ന് പറയും, ക്യാരക്ടർ ആണ് %c എന്ന് പറയും. അതുപോലെ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ലൊക്കേഷൻ പ്രിന്റ് ചെയ്യണതിൽ %p ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ %p എപ്പോഴും ഹെക്സാഡെസിമൽ ആയിരിക്കും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലായില്ല, 1 × x എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഉള്ളത്. %p എപ്പോഴും ഓർത്തോണം, ഇൻറ്റിജർ വാല്യൂ പ്രിന്റ് ചെയ്യാൻ നമ്മൾ പ്രിന്റ് ഓഫ് %d ആണ്. ഫ്ലോട്ട് വാല്യൂ പ്രിന്റ് ഓഫ് %f ആണ്. അതുപോലെ അഡ്രസ് മെമ്മറി ലൊക്കേഷൻ പ്രിന്റ് ചെയ്യുന്നതിലാണ് %p, അല്ലെങ്കിൽ നമുക്ക് %u ഉപയോഗിക്കാം, അൺസൈൻഡ് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഞാനിപ്പോൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ഒരു %p ആണ്. ഓക്കെ, %p എന്താണ് ഞാനിപ്പോൾ പറയാൻ പോവാണ്? PTR പ്രിന്റ് ചെയ്യാൻ പറയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോക്കിക്കേ, നമ്മുടെ ബോഡി നോക്കിയേ, ഇത് മനസ്സിലാക്കേണ്ടത്. PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് 22 ഏത് മെമ്മറി ലൊക്കേഷനിലാണ് കേട്ടോ, ആ മെമ്മറി ലൊക്കേഷനാണ് PTR കാണിക്കുന്നത്. അപ്പം ഞാൻ എന്താണ് പറഞ്ഞത്, ഒന്ന് റൺ ചെയ്ത് നോക്കാം. അവിടെ കാണിക്കുന്നത് നോക്കിയേ, കണ്ടോ? ഇതൊരു ഹെക്സാഡെസിമൽ ആണ്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് %u ഇടാം. ഓക്കെ അല്ലേ? അപ്പം എപ്പോഴും നിങ്ങൾ ഓർക്കണം, ഇതൊരു മെമ്മറി ലൊക്കേഷനാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ബോർഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം അത് ഓരോ സമയവും ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ ഓരോ അഡ്രസ്സാണ്, കാരണം കമ്പൈലറിനകത്ത് ചെയ്യുന്നതാണ്. ബോർഡിൽ നോക്കിയേ, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സാധനം ഡിഫൈൻ ചെയ്തു. നോക്കിയാൽ എൻ്റെ പ്രോഗ്രാമിൽ ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22. ഇനി ബോർഡിൽ നോക്കിയേ, അതായത് ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22. ആ മെമ്മറി ലൊക്കേഷൻ എന്താണ് കമ്പ്യൂട്ടർ എനിക്ക് തന്നത്? ഇപ്പം നമ്മുടെ പ്രോഗ്രാമിൽ തന്നത് 377234192 എന്നാണ്. ഈ അഡ്രസ് ലൊക്കേഷനാണ് എൻ്റെ പോയിന്ററിൽ സ്റ്റോർ ആകുന്നത്. അപ്പം എപ്പോഴും ഒരു കാര്യം ചോദിക്കണം, പോയിന്റർ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു അഡ്രസ്സാണ് കിട്ടുന്നത്. പോയിന്റർ PTR എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? അഡ്രസ്സ് കിട്ടി. ഇനി ഞാൻ അടുത്തൊരു സാധനം പ്രിന്റ് ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിളാണ്. പ്രിന്റ് ഓഫ് ഇതെനിക്കൊരു വാല്യൂ ആണ് തരുന്നത്, %d. സ്റ്റാർ PTR ഞാൻ പറഞ്ഞ എന്താണ്? സ്റ്റാർ PTR. നോക്കിയേ, ഓർത്തോണം, ബോർഡിലോട്ട് നോക്കിയേ. സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വിച്ച് വിൽ ഗീവ് എ വാല്യൂ. നമുക്കൊരു വാല്യൂ ആണ് അത് തരുന്നത്. എന്ത് വാല്യൂ ആണ് തരുന്നത്? PTRയിലെ അഡ്രസ് എന്താണോ ആ അഡ്രസ്സിലുള്ള വാല്യൂ നമുക്ക് തരും. അപ്പം ഇതെന്താ തരേണ്ടത്? 22 തരണം. റൺ ചെയ്ത് നോക്കാം. മനസ്സിലായില്ലേ? ഇവിടെ എന്ത് ചെയ്യാം? ഒരു സ്ലാഷ് ഇടാം. അപ്പം കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പം നോക്കിയേ, കണ്ടില്ലേ? ആദ്യമേ ഇതെന്താണ്? അഡ്രസ് ഓഫ് ഏജ്. ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത കുറച്ച് കാര്യങ്ങളോട് ഞാൻ പ്രിന്റ് ചെയ്ത് കാണിക്കാം. നിങ്ങളുടെ മനസ്സിൽ പറയണേ, എനിക്കിതാ ഈ മെമ്മറി ലൊക്കേഷൻ തന്നെ ഒന്നുകൂടി പ്രിന്റ് ചെയ്യണം. ഞാൻ പോയിന്റർ ശ്രദ്ധിച്ചാൽ, ഞാൻ പോയിന്റർ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇത് പ്രിന്റ് ചെയ്ത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സാധനം? അതായത് ഏജ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. അപ്പം ഞാൻ ഒന്നുകൂടി പ്രിന്റ് ചെയ്ത് നോക്കാം. അഡ്രസ് ഓഫ് ഏജ് %u ഇടാൻ കാരണം അഡ്രസ്സാണ് പ്രിന്റ് ചെയ്യുന്നത്. നോക്കിയേ, /n കൊടുക്കാം. അപ്പം കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, കണ്ടോ? ആദ്യത്തെ രണ്ട് സെയിം വന്ന്. അപ്പോൾ ഒന്ന് ഓർത്തോണം, ബോർഡിലോട്ട് നോക്കണം.
ഇതിങ്ങനെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് നല്ലപോലെ ഇത് മനസ്സിലാക്കിയുള്ളൂ ഈ സാധനം എന്താണെന്ന്. ശ്രദ്ധിച്ച് നോക്കിയേ. ഞാനിപ്പോൾ ചെയ്ത എന്താ ആദ്യത്തെ 2 എണ്ണം എടുത്ത് നോക്കിയേ, ബോർഡിലോട്ട് നോക്കിയേ. ഇൻറ്റ് ഏജ് ഈസ് ഈക്വൽ ടു 22 എന്നെടുത്ത്. അപ്പം തന്നെ ഒരു വേരിയബിൾ എടുത്ത് ഏജ്, അതിനകത്ത് 22 വാല്യൂ ഇട്ട്. അതിലവരുടെ മെമ്മറി ലൊക്കേഷൻ 357620 എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇനി ഞാൻ എന്താണ് പറഞ്ഞത്, ആ പോയിന്റർ ഇങ്ങനെ എടുക്കുന്നത്. സ്റ്റാർ PTR പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏജിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യൂ. ഇതാണ് എൻ്റെ പോയിന്ററിൻ്റെ ഡെഫിനിഷൻ. ഈ 2 സാധനം കഴിഞ്ഞ പാടെ അവൻ അടുത്ത ഡെപ്പയ്ക്ക് PTR എന്ന് പേരിടും. എന്നിട്ട് എന്ത് ചെയ്യും, ഏജിൻ്റെ അഡ്രസ്സ് എടുത്തിട്ട്, അതായത് ഈ അഡ്രസ്സ് എടുത്തിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കാര്യം ഓർക്കണം, PTR ഈസ് ഈക്വൽ ടു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെമ്മറി ലൊക്കേഷനാണ്. അഡ്രസ് ഓഫ് ഏജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, അഡ്രസ് ഓഫ് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അതാണ് പോയിന്ററിലേക്ക് സേവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, സെയിം സാധനം വരും. പക്ഷേ സ്റ്റാർ ഓഫ് PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണം, പോയിന്ററിനകത്ത്, ഇതാണ് എൻ്റെ പോയിന്ററിനകത്ത് ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സിൽ കിടക്കുന്ന ഏത് വാല്യൂ ആണോ അത് തരും. ഈ 3 കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി, എല്ലാം എളുപ്പമായിരിക്കും. ഡൗട്ടൊന്നുമില്ലോ. ഇത്രയും കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. പ്രോഗ്രാമിൽ നോക്കി PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, ബോർഡിലോട്ട് നോക്കിയേ. PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്താ, ആ പോയിന്ററിനകത്തുള്ളൊരു മെമ്മറി ലൊക്കേഷൻ അവൻ പ്രിന്റ് ചെയ്തെന്ന് എപ്പോഴും ഓർത്തോണം. PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻ. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത അഡ്രസ് ഓഫ് ഏജ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ബോർഡിലോട്ട് നോക്കിയേ. അഡ്രസ് ഓഫ് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അത് തന്നെയാണ് പോയിന്ററിനകത്തുള്ളത്. അപ്പൊ പോയിന്റർ ഈക്വൽ ടു അഡ്രസ് ഓഫ് ഏജ് ആണ്. ഇത് രണ്ടും സെയിം തന്നെയാണ്. എന്താണ് പോയിന്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്ററിനകത്ത് കിടക്കുന്ന വാല്യൂ, ആ വാല്യൂ ഏതാ, അഡ്രസ് ഓഫ് ഏജ് ആണ്. ഇനി സ്റ്റാർ പോയിന്റർ അടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്താണുള്ളത്, സ്റ്റാർ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്ററിനകത്ത് ഒരു അഡ്രസ് വാല്യൂ ഉണ്ട്, ആ മെമ്മറി ലൊക്കേഷനുള്ള വാല്യൂ എന്താണോ അതേ സ്റ്റാർ തരത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ലെയറിങ് പോയിന്റർ. പോയിന്ററിനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തരുന്നത്. ഇൻറ്റ് പോയിന്റർ എന്നാണ് ഞാൻ ഡിക്ലെയർ ചെയ്തത്. ഇൻറ്റ് പോയിന്റർ എന്ന് ഡിക്ലെയർ ചെയ്യാൻ കാരണം, ഈ പോയിന്ററിന്റെ മെമ്മറി ലൊക്കേഷനിൽ, ഇനിയും പറഞ്ഞു കേട്ടണം, ഈ പോയിന്ററിനകത്തൊരു വാല്യൂ ഉണ്ട്, അതൊരു മെമ്മറി ലൊക്കേഷനാണ്. ക്ലിയർ അല്ലേ? ആ മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന വാല്യൂ ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം. ക്ലിയർ അല്ലേ? നോക്കിയാൽ ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് എ ഇൻറ്റിജർ വേരിയബിൾ. ഇതെന്താണ് നമ്മൾ പറഞ്ഞത്, ഇൻറ്റ് ഏജ് ഈസ് ഈക്വൽ ടു 22. ഓക്കെ, നമ്മൾ എന്താ എടുക്കുന്നത്, ആദ്യമേ എന്താ, ഇൻറ്റ് ഏജ് ഈസ് ഈക്വൽ ടു 22 എന്നെടുത്ത്. ഇത് എന്ത് വേരിയബിളാണ്, ഇൻറ്റിജർ വേരിയബിളാണ്. ഇൻറ്റിജർ വേരിയബിളിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന പോയിന്ററിനെ ഇൻറ്റ് പോയിന്റർ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ കോഡിലോട്ട് നോക്കിയേ, ഞാനിപ്പോൾ ഇൻറ്റ് ഏജ് ഈസ് ഈക്വൽ ടു 20, ഈ ഏജ് എന്ന് പറയുന്ന സാധനം എന്താ, ഈ വേരിയബിൾ എൻ്റെ ഒരു ഇൻറ്റിജർ വേരിയബിളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇൻറ്റിജർ ഇട്ടത്. അതുപോലെ ഞാനിപ്പോൾ ഇൻറ്റ് ഏതാണ് പറയുന്നത്, അടുത്ത ഞാനിപ്പോൾ എന്താണ് പറയുന്നത്, ഒരു ക്യാരക്ടറാണ് ഡിഫൈൻ ചെയ്യുന്നത്, ക്യാരക്ടർ നെയിം. ഓക്കെ, ക്യാരക്ടർ നെയിം ഈസ് ഈക്വൽ ടു ഏതാണ് പറഞ്ഞത്, ഒരു ക്യാരക്ടർ ഞാൻ എടുത്തു, ഏതാണ്, സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ എന്താണ് പറയുന്നത്, ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ക്യാരക്ടർ ഇതായിരിക്കും. ക്ലിയർ അല്ലേ? ഇതെല്ലാം നമുക്കൊന്ന് വെക്കാം. അടുത്ത എന്താണ് പറഞ്ഞത്, അതിൻ്റെ നെയിം നോക്കാം. നോക്കിയേ, നോക്കിയേ. അപ്പോൾ ഇതിനകത്ത് എന്താ, ക്യാരക്ടർ പോയിന്റർ. പോയിന്റർ എന്ന് വെച്ചാൽ അഡ്രസ്സാണ്, നെയിമിൻ്റെ അഡ്രസ്സാണ് ഞാൻ സേവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒന്നുകൂടി നോക്കിയേ, ഞാനിപ്പം എടുക്കുവാണ് ക്യാരക്ടർ നെയിം എന്ന് പറഞ്ഞിട്ട് എം എന്ന് പറയുന്നൊരു വാല്യൂ എടുത്തു. അതായത് എനിക്കെന്താ, നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഒരു ക്യാരക്ടർ വേരിയബിളാണ്, അതിൻ്റെ അഡ്രസ്സ് 2010 ആണെന്നിരിക്കട്ടെ. അതായത് ഈ ക്യാരക്ടർ വേരിയബിളിനനുസരിച്ചൊരു പോയിന്റർ ഞാൻ എടുത്തു. അതായത് പോയിന്ററിനുള്ളിൽ ഒരു അഡ്രസ് വാല്യൂ ഉണ്ട്, ആ അഡ്രസ് വാല്യൂ കിടക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഇവിടെ ഞാൻ ക്യാരക്ടർ പോയിന്റർ ഈസ് ഈക്വൽ ടു ആംബർസൺ നെയിം എന്നാണ് എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇത്രയുണ്ട് ഫോർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഈ പറയുന്ന സാധനം കാണാമല്ലോ. ഇത് നമുക്ക് എന്താണ് ഇത് വരുന്നതെന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിക്കാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കുറച്ച് നമ്പറുകൾ, പല നമ്പറുകൾ കാണിക്കും, അതിനകത്ത് നിങ്ങൾക്ക് പോയിന്റർ കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കിയേ, ആദ്യമേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പോയിന്റർ അവൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഒരു പോയിന്റർ നമുക്കുണ്ട്, അതിന് പേരവൻ PTR ഇട്ടിട്ടുണ്ട്.
അടുത്ത ലൈനിൽ എന്താണ് ഇട്ടേക്കുന്നത്? ഇൻഡെക്സ്. ഇൻഡെക്സ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണം, ഒരു എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി. ഇനിയും പറയാണ് PTR ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് എക്സ്. അതായത് ഇവന്റെ ഒരു അഡ്രസ് ഉണ്ടല്ലോ, അതാണ് ഈ പോയിന്ററിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ പോയിന്ററിന്റെ ഡെഫിനേഷൻ കഴിഞ്ഞ്, മനസ്സിലായില്ലേ? അതായത് ഇതിലൊരു വാല്യൂ ഉണ്ട്, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒറ്റ കാര്യം മനസ്സിലായി, എൻ്റെ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ PTR ആണ്, അതിനൊരു അഡ്രസ് ഉണ്ട്, ആ അഡ്രസ്സിലുള്ള വാല്യൂ, ആ അഡ്രസ്സിലുള്ളൊരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ ആണ് എക്സ്. എക്സ് വേരിയബിളിന്റെ നെയിം, അതിനകത്തൊരു വാല്യൂ കൊടുക്കാം. ഓക്കെ, ഇനി ഒരു കാര്യം ഓർത്തോളം, സ്റ്റാർ PTR ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. സ്റ്റാർ PTR എന്താ ഒന്നെല്ലാരും പറയാവോ? സ്റ്റാർ PTR എന്താ? സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു വാല്യൂ ആണ്. ഏത് വാല്യൂ? പോയിന്ററിനകത്തുള്ള അഡ്രസ്സ്. പോയിന്ററിനകത്തുള്ള അഡ്രസ്സ്. ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒന്നുകൂടി അർത്ഥങ്ങളെല്ലാം കിടിലമാവും, നിങ്ങൾ പുലിയാവും പോയിന്ററിൽ. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റാർ പോയിന്റർ. സ്റ്റാർ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെപ്പോഴും ഒരു വാല്യൂനെയാണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞത്. പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്രസ്സിനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. സ്റ്റാർ പോയിന്റർ ഒരു വാല്യൂനെ ആയിരിക്കും. എന്താണ് ഈ സ്റ്റാർ പോയിന്റർ? പോയിന്ററിനുള്ളിൽ ഒരു അഡ്രസ് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സിനുള്ളിൽ കിടക്കുന്ന വാല്യൂ ആണ് സ്റ്റാർ പോയിന്റർ. അപ്പൊ സ്റ്റാർ പോയിന്റർ ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതിനുള്ളിൽ 0 എന്നാണ്. ദാറ്റ് മീൻസ് എക്സ് 0 ആണെന്നാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. സ്റ്റാർ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ആണ്, ആ അഡ്രസ്സിനുള്ളിലുള്ള വാല്യൂ ആണ് സ്റ്റാർ ഇടുന്നത്. ഡൗട്ടൊന്നുമില്ല. പിന്നെയും പറയുന്നത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ വളരെ പാടായിട്ടുള്ള കാര്യങ്ങൾ പിന്നെയും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും, ഇയാൾ കുറേ പറയുന്നുണ്ടല്ലോ, ഇത് എന്തിനാന്ന് പറഞ്ഞേ? ഈ ക്ലാസ്സോട് കൂടിയിട്ട് പിന്നെ നിങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും പോയിന്റർ മറക്കരുത്. എല്ലാവർക്കും ഉള്ള പ്രശ്നമായിരുന്നു സ്ട്രക്ചർ. ഈ പോയിന്ററും വർഷങ്ങൾക്ക് ശേഷം, അല്ലെ പോയിന്റർ എല്ലാവർക്കും വർഷങ്ങൾക്ക് ശേഷം മറക്കും. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം ഇനി മുന്നോട്ട് നിങ്ങൾ ഏത് പഠിച്ചാലും, പൈത്തണോ ജാവയോ ജാവാസ്ക്രിപ്റ്റോ ഏത് പഠിച്ചാലും ഈ പറയുന്ന കൺസെപ്റ്റുകൾ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രോഗ്രാം വളരെ എളുപ്പമായിരിക്കും. അപ്പം ഒരു കാര്യമുണ്ട്, അടുത്തവർ പറയുന്നത് എന്താ? പ്രിന്റ് ഓഫ് എക്സ്. %d എക്സ് പ്രിന്റ് ചെയ്യാൻ പറയാണ്. ഞാൻ പോയിന്റർ വഴി ഇത് 0 എന്ന് കൊടുത്തു. സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡയറക്റ്റ് അർത്ഥം എക്സ് എന്ന് തന്നെയാണ്. സ്റ്റാർ PTR വെറും PTR കിട്ടാൻ ഈ ഞാൻ പറഞ്ഞു എപ്പോഴും ഈ ഒറ്റ കാര്യം നിങ്ങളുടെ മനസ്സിൽ, ഇപ്പൊ കൺസെപ്റ്റ് ഒക്കെ കാണാൻ പഠിച്ചല്ലോ. ഇനി നിങ്ങളുടെ മനസ്സിലിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. PTR കിട്ടി കഴിഞ്ഞാൽ അഡ്രസ് വാല്യൂ, സ്റ്റാർ PTR കിട്ടി കഴിഞ്ഞാൽ ഈ എക്സിന്റെ വാല്യൂ, ഇതിനുള്ളിലെ വാല്യൂ. അത്ര ആലോചിച്ചാൽ മതി. ഞാൻ ആദ്യമേ ഡിഫൈൻ ചെയ്യല്ലേ ഇൻഡെക്സ് ഈക്വൽ ടു 2 എന്ന്. വെറും PTR കിട്ടാൽ ഇതിന്റെ അഡ്രസ്, സ്റ്റാർ PTR കിട്ടാൽ ഓക്കെ. ഇനി ഇങ്ങനെ ഓർത്താൽ മതി എല്ലാവരും. ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22 എന്നാണെന്ന് ഇരിക്കട്ടെ. PTR ഇട്ട് കഴിഞ്ഞാൽ ഓർത്തോണം ഏജിന്റെ അഡ്രസ് ഓഫ് ഏജ് ആണ്. സ്റ്റാർ PTR ഇട്ട് കഴിഞ്ഞാൽ ഓർത്തോണം ഈ വാല്യൂ ആണെന്ന്. അത്രയേ ഉള്ളൂ പോയിന്റർ. മനസ്സിലായില്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. അതായത് ഒരാൾ എന്നോട് പറയുന്നത് ക്യാരക്ടർ നെയിം ഈസ് ഈക്വൽ ടു എ എന്ന് പറയാണ്, എന്നിട്ട് നെയിമിൽ ഒരു പോയിന്റർ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. അങ്ങനെയാണ് സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ ആയിരിക്കും എന്ന് ഓർക്കുക. സിമ്പിൾ സാധനം. മനസ്സിലായില്ലേ? അർത്ഥങ്ങളെല്ലാം പഠിച്ചല്ലോ. ഇനി ഷോർട്ട് കട്ടായിട്ട് ഓർത്തിരിക്കുക. ഷോർട്ട് കട്ട് മനസ്സിലായോ എല്ലാവർക്കും? ഷോർട്ട് കട്ട് മനസ്സിലായോ? ഒരാൾ എഴുതുവാണ് ഇൻഡെക്സ് ഈക്വൽ ടു 3 എന്ന് എഴുതുവാണ്. അങ്ങനെയാണ് ഇതിനൊരു പോയിന്റ് ഉണ്ടെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം സ്റ്റാർ PTR എപ്പോഴും 3 ആയിരിക്കും. വെറും PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിന്റെ അഡ്രസ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ പോയിന്റർ. ഇനി കൺസെപ്റ്റ് എല്ലാം പഠിച്ചല്ലോ. ഇനി ഇങ്ങനെ മാത്രമേ പറയത്തുള്ളൂ നമ്മൾ. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ മുന്നോട്ട് പഠിക്കാൻ നേരത്തല്ല, മുന്നോട്ട് അധികം പഠിക്കാനൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ പോയിന്റർ. ഇനിയും നിങ്ങൾ അറേസിനകത്തോ സ്ട്രക്ചറിനകത്തോ ഏത് വലിയ പോയിന്ററിന്റെ പ്രോഗ്രാം എടുത്ത് നോക്കിയോ, ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? അപ്പൊ എക്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. ഇൻഡെക്സ് എന്നെടുത്ത് എന്നിട്ട് അതിലൊരു പോയിന്റർ ഡിഫൈൻ ചെയ്ത്, അതിൽ ഞാൻ എപ്പോഴും പറയും PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ അഡ്രസ്സ് തരും. പക്ഷെ സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ എക്സിലെ വാല്യൂ തരത്തുള്ളൂ. അപ്പൊ സ്റ്റാർ PTRനെ ഞാൻ 0 ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? ദിസ് വിൽ ഓൾവേസ് റിഫ്ലക്റ്റ് എ വാല്യൂ. ഏത് വാല്യൂ? ഈ പോയിന്ററിനകത്തൊരു മെമ്മറി അഡ്രസ് ഉണ്ട്, ആ മെമ്മറി അഡ്രസ്സിലുള്ള വാല്യൂ 0 ആക്കാനാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് എക്സ് 0. അപ്പോൾ എക്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ 0 പ്രിന്റ് ചെയ്യും. സ്റ്റാർ PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ 0 പ്രിന്റ് ചെയ്യും.
അടുത്ത നോക്കിയേ സ്റ്റാർ പി ടി ആർ. എപ്പോഴും ഓർത്തോളൂ സ്റ്റാർ പി ടി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഇനി ഒറ്റ കാര്യമുള്ളൂ, ഈ എക്സ് ആണ് സ്റ്റാർ പി ടി ആർ. ഇതിൻ്റെ അർത്ഥം എന്താ? സ്റ്റാർ പി ടി ആർ ഈസ് ഈക്വൽ ടു സ്റ്റാർ പി ടി ആർ പ്ലസ് 5 എന്നാണ്. അങ്ങനെയല്ല ഇതിന് പെട്ടെന്ന് എഴുതാൻ കാരണം അതായത് സ്റ്റാർ പി ടി ആറിനോട് കൂടി ഒരു 5 കൂട്ടാൻ പറയുവാണ്. അപ്പോൾ എത്രയായി? 0 + 5 5 ആയി. അതെവിടെ വരും? അതെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ ആയിട്ടാണ്. അപ്പോൾ എക്സ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 5 പ്രിൻറ്റ് ചെയ്യും. അടുത്ത സ്റ്റാർ പി ടി ആർ പ്ലസ് ഒന്നുകൂടി കൂട്ടാൻ പറയുകയാണ്. അതായത് ഇപ്പോൾ സ്റ്റാർ പി ടി ആർ എത്രയാണ്? 5 ആണ്. അതെത്രയാണ്? അപ്പോൾ ഇവിടാണ് മനസ്സിലായില്ലേ, ഈ പറയുന്ന പോയിന്റർ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുവാണെന്നാണ് അർത്ഥം, സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പം സ്റ്റാർ പി ടി ആർ പ്ലസ് അപ്പോൾ എന്താണ്? സ്റ്റാർ പി ടി ആറിനോടുകൂടി +1 എന്നാണ്. അപ്പോൾ ഇപ്പോൾ 5 ആണുള്ളത്, +1 കൂടി കൂടിയാൽ 6. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായി? എപ്പോഴും ഞാൻ നോക്കുന്നുണ്ട് ഇത് പ്രോഗ്രാം മനസ്സിലാക്കാൻ വേണ്ടി എക്സ് ആണ് പറയുന്നത്. സ്റ്റാർ പി ടി ആർ 0 ആക്കിയിട്ട് എക്സ് എന്താണെന്ന് ചോദിച്ചു, അതും 0 തന്നെയായിരിക്കും. കാരണം പി ടി ആറിനുള്ളിൽ ഒരു അഡ്രസ്സ് ഉണ്ട്, ആ അഡ്രസ്സിൽ ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ ഈസ് ഈക്വൽ ടു സ്റ്റാർ പി ടി ആർ ആണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നിങ്ങൾ അത്രയും ഓർത്തിരുന്നാൽ മതി. സ്റ്റാർ പി ടി ആർ കണ്ടാൽ ഓർത്തോണം, സ്റ്റാർ പി ടി ആർ ഈ എക്സ് ഒന്ന് തന്നെയാണെന്ന് ഓർത്താൽ മതി. ഓക്കെ അല്ലേ? നമുക്കിതൊന്ന് കോഡിലിരുന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഇൻഡ് എക്സ് എന്ന് പറഞ്ഞിട്ടില്ല, അവരൊരു പോയിന്റർ മാത്രമാണ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ഇതൊരു പോയിന്റർ ആണെന്ന് അറിയാൻ വേണ്ടി സ്റ്റാർ ഇട്ടു. ഇനി എന്താണ് അവർ പറയുന്നത്? അടുത്തൊരു വേരിയബിൾ ഇൻഡ് എക്സ് ഈക്വൽ ടു എക്സ് എത്ര ആണെന്ന് പറയുന്നില്ല, ഇൻഡ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തു. ഇനി അടുത്ത എന്താണ്? ഇനി അടുത്ത വരുന്നത് എന്താണ്? നമ്മൾ പോയിന്റർ ഡിഫൈൻ ചെയ്യുക. പോയിന്റർ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ഇൻഡ് പി ടി ആർ ഇൻഡ് സ്റ്റാർ പി ടി ആർ ഈസ് ഈക്വൽ ടു ഏതാണ്? ഈ ഇൻഡ് സ്റ്റാറിൻ്റെ കൂടെ വന്നാലും പി ടി ആറിൻ്റെ കൂടെ വന്നാലും രണ്ടും സെയിം തന്നെയാണ്, തെറ്റൊന്നുമില്ല. ഇൻഡ് എന്താണ്? അഡ്രസ് ഓഫ് എക്സ് എന്നിട്ട്. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനിയും എനിക്ക് വേണം ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇപ്പം എക്സിനകത്ത് ഇങ്ങനെ ഒരു ഡിഫിനിഷൻ ചെയ്യാം, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് ഇതാണ്ട് ഇങ്ങനെയും ചെയ്യാം. പി ടി ആർ ഇസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് എക്സ്. ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കണം, പി ടി ആറിനകത്ത് അഡ്രസ് ഓഫ് എക്സ് ആണ്. ദാറ്റ് മീൻസ് പി ടി ആർ ഈസ് എ പോയിന്റർ. ഇവിടെ എനിക്ക് എക്സ് എന്നും വൈ എന്നും ഒക്കെ പേരിടാം, മനു എന്ന് പേരിടാം, മനസ്സിലാകാൻ വേണ്ടി പി ടി ആർ നിന്നതാണ്. ഇനി അവർ പറഞ്ഞത് എന്താ? അവരാദ്യമേ പറഞ്ഞൊരു കാര്യം, സ്റ്റാർ പി ടി ആർ ഈസ് ഈക്വൽ ടു 0 എന്നാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? പ്രിൻ്റ് ഓഫ് ഏതാണ്? പ്രിൻ്റ് ഓഫ് %d എക്സ്. റൺ ചെയ്തേ, 0 വന്ന്. സ്റ്റാർ പി ടി ആർ ഒരു 2 ഇട്ടേ, റൺ ചെയ്തേ, കണ്ടോ 2 വന്ന്. ഇതാണ് പറയുന്നത് പി ടി ആർ. നമ്മൾ ഇങ്ങനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നോക്കണം. പി ടി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സാണ്, പക്ഷേ സ്റ്റാർ പി ടി ആർ എപ്പോഴും ആ അഡ്രസ്സിലുള്ള വാല്യൂ തരത്തുള്ളൂ. ഡൗട്ടൊന്നുമില്ലോ. അടുത്ത ഞാൻ പറഞ്ഞത് എന്താണ്? സ്റ്റാർ പി ടി ആർ എപ്പോഴും ഓർത്തോണം. ഇനി സ്റ്റാർ പി ടി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏജ് ഈസ് ഈക്വൽ ടു 22 22 ആണെന്ന് ഓർത്താൽ മതി. സ്റ്റാർ പി ടി ആർ ഈസ് ഈക്വൽ ടു എന്നാണ് പ്ലസ് ഈക്വൽ ടു സ്റ്റാർ പി ടി ആർ എത്രയാണ്? 5. ഇതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ എഴുതുന്നതിന് അർത്ഥം എന്താ? സ്റ്റാർ പി ടി ആർ ഈസ് ഈക്വൽ ടു സ്റ്റാർ പി ടി ആർ പ്ലസ് 5 എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് സ്റ്റാർ പി ടി ആറിൽ ഇപ്പോൾ 0 2 ആണുള്ളത്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 5 കൂട്ടാൻ പറഞ്ഞാൽ എന്ത് വരും? 7 വരും. ആ 7 വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. എന്നിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ സ്റ്റാർ പി ടി ആർ പ്രിൻ്റ് ചെയ്യാൻ പറയുകയാണ്. എനിക്ക് എന്താവും? സ്ലാഷ് എന്ന് ഇടാം. നോക്കിയാൽ 7 വന്നു. ആദ്യമേ സ്റ്റാർ പി ടി ആർ 2 ആയിരുന്നു, എന്നിട്ട് നോക്കിയാൽ സ്റ്റാർ പി ടി ആറിനോടുകൂടി 5 കൂട്ടി. അപ്പോൾ സ്റ്റാർ പി ടി ആർ എത്രയാണ്? 2 ആണ്, 5 കൂട്ടാൻ പറഞ്ഞപ്പോൾ 7 ആയി. എന്നിട്ട് സ്റ്റാർ പി ടി ആർ നോക്കിയേ 7 വന്ന്. നോക്കിയേ 5 കൂട്ടാൻ പറഞ്ഞു, നേരത്തെ 2 കൂട്ടിയപ്പോൾ 7. ഇനി ഈ സ്റ്റാർ പി ടി ആർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയാണ്. നോക്കിയേ അടുത്ത 7 തന്നെ വരും. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു തരാം. ഈ ഒരു സാധനത്തിനകത്ത് ഞാനിപ്പം ആദ്യമേ സ്റ്റാർ പി ടി ആർ ആണ് പറഞ്ഞത്, അതങ്ങ് ഞാൻ പ്രിൻ്റ് ചെയ്യാം. സ്റ്റാർ പി ടി ആർ നോക്കി ഇങ്ങനെ നിങ്ങൾ ഇരുന്നിട്ട് ഇതിങ്ങനെ കണ്ട് ഓരോന്നടിച്ച് നോക്കണം, അപ്പോൾ എളുപ്പമാവും. ഓക്കെ, ആൻസർ ഇവിടെ നോക്കി. ഇവിടെ ഒരു സ്ലാഷ് എന്ന് കൊടുക്കാം. എല്ലാവരും സ്ലാഷ് എന്ന് കൊടുത്തില്ലെങ്കിൽ നമ്മളെ വാല്യൂസ് കൃത്യമായിട്ട് അറിയാം. റൺ ചെയ്ത് നോക്കിയേ ആൻസർ എന്താണെന്ന് നോക്കിയേ. സ്റ്റാർ പി ടി ആർ ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്ത്, എന്നിട്ട് സ്റ്റാർ പി ടി ആർ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ 2 പ്രിൻ്റ് ചെയ്ത്.
ഈ സ്റ്റാർ PTR തന്നെയാണ് എക്സ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്താ ഇൻഡ് എക്സ് എന്നിട്ട് പോയിന്റർ അതിൻ്റെ അഡ്രസ്സ് എന്നിട്ട് ഇതാണ് ഡെഫിനിഷൻ. ഇതിനകത്ത് ഈ നോർത്തോണം PTR തരാൻ പറഞ്ഞ ഒരു അഡ്രസ്സേ തരത്തുള്ളൂ. നമുക്കൊന്ന് നോക്കാം. PTR തരാൻ പറഞ്ഞ ഒരു അഡ്രസ്സേ തരത്തുള്ളൂ. അതിനെന്താണ് %U ആണ് നമ്മൾ ഇടുന്നത്. ഒന്ന് റൺ ചെയ്ത് നോക്കി. ഇനി റൺ ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്തേ തരത്തുള്ളൂ? ഒരു അഡ്രസ് ലൊക്കേഷനേ തരത്തുള്ളൂ. കണ്ടില്ലേ? നോക്കിയേ കണ്ടോ? PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു അഡ്രസ് ലൊക്കേഷൻ പ്രിന്റ് ചെയ്തു. എക്സ് പ്രിന്റ് ചെയ്യാൻ ഇവിടെ ഞാൻ x=2 എന്ന് കൊടുത്തിട്ടില്ല. പക്ഷെ ഇൻഡയറക്ട്ലി എൻ്റെ പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എക്സിന്റെ വാല്യൂ മാറ്റിയെടുത്തു. ഇവിടാണ് പോയിന്ററിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒന്ന് നോക്കിയേ, ബോർഡിലോട്ട് നിങ്ങളൊന്ന് നോക്കിയേ. ബോർഡിനകത്തൊരു കാര്യം ഓർക്കണം. ഞാൻ ആദ്യമേ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളെ ഡിഫൈൻ ചെയ്തുള്ളൂ. ഈ എക്സിനകത്ത് എന്ത് വാല്യൂ കൊടുക്കണമെന്ന് പറഞ്ഞില്ല. പകരം ഇതിനൊരു അഡ്രസ് വാല്യൂ ഉണ്ട്. ആ അഡ്രസ് വാല്യൂവിനെ ഞാനൊരു പോയിന്ററിലേക്ക് സേവ് ചെയ്തു. ഇനി ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഇൻഡ് x=5 എന്ന് കൊടുത്താൽ ഇൻഡ് x= ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇൻഡ് x=5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ 5 വരും. പക്ഷേ ഈ പരിപാടി ചെയ്യാതെ ആദ്യമേ ഞാൻ ഇൻഡ് എക്സ് എന്ന് മാത്രമേ ഞാൻ ഡിഫൈൻ കൊടുത്തുള്ളൂ. മനസ്സിലായില്ലേ? അതായത് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻഡ് x=5 എന്ന് കൊടുക്കുന്നതിന് പകരം ഇൻഡ് എക്സ് എന്ന് കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനകത്ത് വാല്യൂ ഒന്നും ഇട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഡിഫൈൻ ചെയ്ത്, എൻ്റെ പോയിന്റർ അഡ്രസ് എക്സ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഡിഫൈൻ ചെയ്തു. ദാറ്റ് മീൻസ് എനിക്കൊരു പോയിന്റർ കിട്ടി. ഇനി എനിക്കൊരു മാർഗമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ സ്റ്റാർ PTRൽ ഞാൻ എന്തിട്ടാലും അത് ഇതിനകത്ത് വരും. ഇവിടെ 10 ഇട്ടാൽ അത് ഇതിനകത്ത് 10 വരും. അത്രയുള്ള പോയിന്ററിൻ്റെ അർത്ഥം. ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. അടുത്ത സാധനം പിടിച്ചോ, പോയിന്റർ ടു പോയിന്റർ. ഇത് അതിലും ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഈ പോയിന്റർ സത്യം പറഞ്ഞാൽ 10 മിനിറ്റ് പറയാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അത് നിങ്ങളൊരു അരമണിക്കൂറോളം പറഞ്ഞ് എന്തിനാണെന്ന് നോക്കട്ടെ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഓക്കെ, പോയിന്റർ ടു പോയിന്റർ. പോയിന്റർ ടു പോയിന്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വേരിയബിളാണ്. ഒരു വേരിയബിള് അത് സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പോയിന്ററിന്റെ അഡ്രസ് ലൊക്കേഷൻ. ക്ലിയർ അല്ലേ? ഞാൻ സിംപ്ലി പറഞ്ഞല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, age=22. അപ്പം നമ്മൾ പഠിച്ച പോയിന്റർ എന്താ? ഈ വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് പോയിന്റർ എന്ന് വെച്ചത്. ഡൗട്ടൊന്നുമില്ലോ. ഈ വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നതാണ് പോയിന്റർ. അങ്ങനെയാണ് ഈ പോയിന്ററിനും ഒരു അഡ്രസ് ഉണ്ടല്ലോ. ആ അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന വേറൊരു പോയിന്ററിനെയാണ് പോയിന്റർ ടു പോയിന്റർ, PPTR എന്ന് വിളിക്കുന്നത്. മനസ്സിലാകാൻ വേണ്ടിയാണ് പോയിന്റർ ടു പോയിന്റർ. ഇതിനെ എക്സ് എന്ന് വിളിക്കാം, ഇതിനെ വൈ എന്ന് വിളിക്കാം, PPTR എന്ന് വിളിക്കണമെന്നില്ല. പോയിന്റർ ടു പോയിന്റർ ആണെന്ന് നോക്കാനേ ഉള്ളൂ. ഇനി നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയും. ഓക്കെ, ഇതും അതുപോലെ തന്നെയാണ്. അപ്പോൾ പോയിന്റർ ടു പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്ന ഇങ്ങനെയാണ്. 2 പോയിന്റർ ഇട്ടിട്ട് എക്സ്, അല്ലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി PPTR നിന്നും. ഇങ്ങനെയാണ് അതിൻ്റെ ഡിക്ലറേഷൻ. എപ്പോഴും ഓർത്തണം, 2 സ്റ്റാർ PPTR. ഇത് ഞാൻ പറഞ്ഞിരുന്നു. എപ്പോഴും ഈ സ്റ്റാർ ഇട്ട് PPTR ഇട്ട അർത്ഥം എന്താ? ഈ PPTRനകത്ത് ഇതിനകത്ത് ഏതോ ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിലുള്ളൊരു വാല്യൂ ഏതാണോ ആ വാല്യൂ ആണ് ഇൻഡ് എന്ന് പറയുന്നത്. അതായത് ഇനി ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഏജ് 22 ആണല്ലോ. ഇനി പെട്ടെന്ന് പിടി കിട്ടും. ഈ 2010 നിങ്ങൾ ഒരു ഒന്നാമത്തെ പോയിന്ററിൽ സേവ് ചെയ്തു. അതിനൊരു അഡ്രസ്സ് ഉണ്ടല്ലോ. ആ അഡ്രസ്സ് സേവ് ചെയ്യുന്നതാണ് PPTR എന്ന് പറഞ്ഞ്. അപ്പം ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ആൻസറും കിട്ടും. ഞാൻ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേട്ടോണം. അപ്പം സ്റ്റാർ PPTR എന്താ? വെറും സ്റ്റാർ PPTR പറയൂ. വെറും സ്റ്റാർ PPTR എന്താ? അതായത് PPTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്രസ്സാണ്. സ്റ്റാർ PPTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്രസ്സിലുള്ള വാല്യൂ നമുക്ക് എന്ത് തരും? 2010 തരും. ഇതിലാർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി വീണ്ടും ഞാനൊരു സ്റ്റാർ കൂടി ഇടുവാണ്. വീണ്ടും ഇതിനകത്തൊരു സ്റ്റാർ ഇടുവാണ്. അതായത് ഇപ്പം ഞാൻ ഇവിടെ എത്തി. അതായത് ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എൻ്റെ PTR ആണെന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, സ്റ്റാർ PTR ഇട്ട് കഴിഞ്ഞാൽ അത് ഏജ് ആണെന്ന്. അതുപോലെ സ്റ്റാർ PTR ഇട്ടാൽ എന്താണ്? PTRനകത്തൊരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിലുള്ള വാല്യൂ, അതായത് ഞാനിപ്പോൾ എൻ്റെ PTRലാണ് നിൽക്കുന്നത്. വീണ്ടും ഒരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഇതിനകത്തൊരു വാല്യൂ ഉണ്ട്. അതിലെന്താണുള്ളത്? 22. അപ്പം സ്റ്റാർ PPTR എന്ത് തരും? 22 തരും. ഡൗട്ടൊന്നുമില്ലോ. സിമ്പിളല്ലേ? ഒന്നുകൂടി നോക്കിയാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എനിക്ക് ആദ്യമേ ഏജ് എന്ന് പറയുന്ന വേരിയബിളിൽ 22 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അതിൻ്റെ മെമ്മറി 2010 ആണെന്നിരിക്കട്ടെ.
ഞാൻ ഫസ്റ്റ് പോയിന്റർ ഡിഫൈൻ ചെയ്തു. ദാറ്റ് മീൻസ് ഒരു പോയിന്റർ ഡിഫൈൻ ചെയ്തു, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതിനകത്ത് നിന്ന് ഞാൻ നിങ്ങളോട് മനസ്സിലാക്കാൻ പറഞ്ഞ കാര്യമുണ്ട്. PTR എന്താണെന്ന് ചോദിച്ചാൽ അഡ്രസ് ആണെന്ന് പറയും. സ്റ്റാർ PTR ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴും സ്റ്റാർ ഓർത്തോണം, സ്റ്റാർ ഇട്ട ഓർത്തോണം. ഇതിനകത്ത് സ്റ്റാർ ഇട്ടിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം, എപ്പോഴും ഒരു അഡ്രസ് ലൊക്കേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് സ്റ്റാർ ഇടാൻ പറ്റൂ, അങ്ങനെ ഓർത്താൽ മതി. ഒരു അഡ്രസ് ലൊക്കേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ സ്റ്റാർ ഇട്ടു. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ഈ അഡ്രസ് ലൊക്കേഷനിൽ ഉള്ള വാല്യൂ. സിമ്പിൾ. ഡൗട്ടൊന്നുമില്ലല്ലോ? ഡൗട്ടൊന്നുമില്ല. ഇതാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഓർത്തണം, ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട് ഓർത്തണം, അത് എപ്പോഴും ഒരു അഡ്രസ് ലൊക്കേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേ വരത്തുള്ളൂ എന്ന് ഓർത്തോണം. അല്ലാതെ സ്റ്റാർ 5 എന്ന് പറഞ്ഞ് ഇടാൻ പറ്റില്ല. 5 ഒരു വാല്യൂ ആണ്. ഒരു അഡ്രസ് ലൊക്കേഷൻ, ദാറ്റ് മീൻസ് PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്രസ് ലൊക്കേഷനാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർ ഇട്ട ഓർത്തോണം, ഈ അഡ്രസ് ലൊക്കേഷനുള്ള വാല്യൂ ആണ് ഇതെന്ന്. അതാണ് പഠിച്ചത്. അങ്ങനാണെങ്കിൽ ഈ PTR ചിലപ്പോൾ 2020 എന്ന് പറയുന്നൊരു മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. ഈ അഡ്രസ് ലൊക്കേഷൻ സേവ് ചെയ്യുന്ന അതിനെയാണ് PPTR എന്ന് പറയുന്നത്. അതായത് PPTR എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പോയിന്ററിന്റെ അഡ്രസ് ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്ന സാധനത്തെയാണ് PPTR എന്ന് പറയുന്നത്. ഡൗട്ടൊന്നുമില്ലോ? അങ്ങനാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, സ്റ്റാർ PPTR എന്ത്? സ്റ്റാർ PPTR എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഈ അഡ്രസ് ലൊക്കേഷൻ സ്റ്റാർ PPTR 2000 ഇതെന്താണ്? ഇതിൻ്റെ ഈ PTRന്റെ മെമ്മറിയാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി, ഈസി ആയിട്ട് ആയിക്കോളും. അപ്പോൾ ആദ്യത്തെ കാര്യം ഓർത്തോണം, സ്റ്റാർ PPTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ PPTRന് ഒരു അഡ്രസ്സ് ഉണ്ട്, ആ അഡ്രസ്സിലുള്ള വാല്യൂ. വീണ്ടും ഒരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും ഒരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് കണ്ടോ? സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്രസ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേ വരത്തുള്ളൂ. എപ്പോഴും സ്റ്റാർ കണ്ട പാടെ ഓർത്തോണം, ഈ അഡ്രസ്സിൽ ഏതാണോ വാല്യൂ അത് എഴുതുക. അപ്പോൾ ഇപ്പം എൻ്റെ വാല്യൂ ഏതാ? ഇതാണ്. അപ്പോൾ അതിൻ്റെ അക്കത്തുള്ള വാല്യൂ ഏതാ? 22. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സാധാരണ ഞാൻ പറഞ്ഞില്ലേ, ഇത് ചിലപ്പോൾ ചിലർക്ക് ഒറ്റയടിക്കേ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തിനാണ് ഈ പുള്ളി കിടന്ന് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒരു തോന്നൽ കാണും. പക്ഷേ ഇത് കൃത്യമായിട്ട് ഓർക്കണം. നിങ്ങൾക്ക് ശരിക്കെന്ന് വെച്ചാൽ റിക്രൂട്ടേഴ്സും അല്ലെങ്കിൽ ഏത് ആപ്റ്റിറ്റ്യൂഡിനെല്ലാം ചോദിക്കാൻ പോകുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. സിമ്പിളായിട്ട് ഓർത്തോണം. ഏജ് എന്ന് പറയുന്നതിനകത്ത് 22 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അതിൻ്റെ അഡ്രസ്സ് 2010 ഈ 2010 എന്ന് പറയുന്നത് ഞാൻ ഒരു പോയിന്ററിൽ സേവ് ചെയ്യും. അങ്ങനെയാണ്. ഇനി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും സ്റ്റാർ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓർത്തോണം, ഇതെനിക്ക് എപ്പോഴും ഒരു വാല്യൂയേ വരത്തുള്ളൂ. ഇത് ഏത് വാല്യൂവാ? ഈ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ എന്ന് ആലോചിച്ചാൽ മതി. വളരെ സിമ്പിൾ അല്ലേ? ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണ്. ഇതിൽ കൂടുതൽ പോയിന്റ് ആർക്കും സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ചുമ്മാ മനസ്സിലല്ലേ, തത്തമ്മയെ പൂച്ച എന്ന് പറയുന്നോട്ട് ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. ആരെങ്കിലും ഒരു സ്റ്റാർ കണ്ടു കഴിഞ്ഞാൽ ഓർക്കണം, റൈറ്റ് സൈഡിൽ എന്തോ തന്നിട്ടുണ്ടോ? സ്റ്റാർ ഇട്ടിട്ട് റൈറ്റ് സൈഡിൽ എന്തോ തന്നാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യമുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ആ ലൊക്കേഷനിൽ ചെന്ന് കഴിയുമ്പോൾ എപ്പോഴും ഞാൻ സ്റ്റാർ ഇട്ട് കഴിഞ്ഞ് ഇവിടെ 5 എനിക്ക് തരാൻ പറ്റുകയില്ല. എനിക്കിവിടെ തരാൻ പറ്റുന്നത് 2010 തരാൻ പറ്റൂ. കാരണം സ്റ്റാറിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഒരു അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കണം. സ്റ്റാർ ഇട്ട ഒരു അഡ്രസ് ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കാനില്ല, ഈ അഡ്രസ് ലൊക്കേഷനിലോട്ട് ചെല്ലുക, അവിടുത്തെ വാല്യൂ എഴുതുക. മനസ്സിലായില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? അങ്ങനെയാണ്. നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് അടുത്തൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഓർത്തിരിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഈ അഡ്രസ് ലൊക്കേഷൻ്റെ പേര് ആന എന്നാണെന്ന് ഇരിക്കട്ടെ. ഈ അഡ്രസ് ലൊക്കേഷനാണ് ആന ഇവിടെ സേവ് ചെയ്തേക്കുന്നത്. ഞാനൊരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ഓർത്തോണം, അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്താണ് വരുന്നത്? ഒരു അഡ്രസ്സേ വരത്തുള്ളൂ. ഞാൻ ആന എന്ന് പറയുന്നൊരു അഡ്രസ്സ് ഇട്ട് ഇത് ഇങ്ങനെ കണ്ട പാടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ആൻസർ ഉണ്ട്. ദിസ് വിൽ ബി എ വാല്യൂ. ഏത് വാല്യൂവാ? ആന. ആന എവിടെയാണോ ഉള്ളത് ആ ആനയിലുള്ള വാല്യൂ. ഇതെപ്പോഴും ഒരു അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും. ആ അഡ്രസ് ലൊക്കേഷനിൽ വാല്യൂ എഴുതുക. ഇനി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് PPTR എല്ലാം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് PPTR ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ശരിക്ക് ഇത് 2010 ആ അഡ്രസ് ലൊക്കേഷൻ ഇങ്ങോട്ടിട്ട് ഈ പോയിന്റർ 2020 ആ അഡ്രസ്സിനെ, അതായത് ഒരു പോയിന്ററിൻ്റെ
ഒരു പോയിന്ററിന്റെ അഡ്രസ്സിനെ സേവ് ചെയ്യുന്ന സാധനമാണ് PPTR എന്ന് പറയുന്നത്. പോയിന്റർ ടു പോയിന്റർ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു PPTR ഇട്ട് എന്ത് 2020 സേവ് ചെയ്തു. ഇത് ചിലപ്പോൾ ഇത് വേറെ ഒന്നായിരിക്കും. അങ്ങനെ ചെയിനായിട്ട് വേണേൽ പോകും. ഇനി ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാൻ പോണേ, സ്റ്റാർ ഇട്ടിട്ട് ഞാൻ PPTR എന്നിട്ട് സ്റ്റാർ ഇട്ട് PPTR എന്നിട്ട് കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഒരു വാല്യൂ ആണ്. ഏത് വാല്യൂ? ഈ PPTR എന്ന് പറയുന്നത് എന്താണ്? 2020 2020 വാല്യൂ എത്രയാണ്? 2010. സ്റ്റാർ PPTR എനിക്ക് 2010 തരും. ഈ 2010 ലെഫ്റ്റിൽ ഒരു സ്റ്റാർ ഇട്ടാൽ, അതായത് ഇതിനകത്തൊരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ നോക്കണം, ഈ 2010 എന്തിൻ്റെ ലെഫ്റ്റിലാണോ സ്റ്റാർ ഇടുന്നത്, 2010 ലെഫ്റ്റിൽ ഏതാ ഉള്ളത്? 22. അപ്പോൾ സ്റ്റാർ PPTR എത്ര? 22 തന്നെ കിട്ടും. അങ്ങനെ മൂന്നാമതൊരു പോയിന്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഒറിജിനൽ വാല്യൂ കിട്ടണേ 3 സ്റ്റാർ PPTR എന്നിട്ട് കഴിഞ്ഞാൽ ഒറിജിനൽ വാല്യൂ ഇട്ട് വരും. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊന്ന് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22 എന്ന് ഞാൻ ഇട്ടു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റർ ഞാൻ പറയാൻ പോണ് ഇൻഡ് സ്റ്റാർ PTR. ഇൻഡ് സ്റ്റാർ PTR ഈസ് ഈക്വൽ ടു എന്താ? അഡ്രസ് ഓഫ് ഏതാണ്? ഏജ് ആണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഞാൻ PPTR ഡിഫൈൻ ചെയ്യാൻ പോവാണ്. PPTR എന്ന് വെച്ചാൽ എനിക്കൊരു പേരിടാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ അഡ്രസ്സ് ആയിരിക്കണം? അത് സ്റ്റോർ ചെയ്യേണ്ടത് എന്തായിരിക്കണം? അഡ്രസ് ഓഫ് ആദ്യത്തെ പോയിന്റർ ആയിരിക്കണം. ഇത്രയാണ് ഡെഫിനേഷൻ വരുന്നത്. ഇത് ഡൗട്ടൊന്നും ഇല്ലല്ലോ. നോക്കിക്കേ, അതായത് ആദ്യമേ ഞാൻ ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 22 എന്ന് കൊടുത്തു. ആദ്യത്തെ പോയിന്റർ ഞാൻ ഡിഫൈൻ ചെയ്യുവാണ് PTR ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് ഏജ്. അതായത് 22 കൊണ്ട് ഏജ് 2010 ആണെന്ന് ഇരിക്കട്ടെ. ആദ്യത്തെ പോയിന്റർ ഡിഫൈൻ ചെയ്തു. എന്താണ്? അഡ്രസ് ഓഫ് ഏജ് എടുത്ത് അതിലോട്ട് ഇടാൻ പറഞ്ഞു. രണ്ടാമത് ഞാൻ PPTR ഇട്ടു. എന്നിട്ട് എന്താ പറയുന്നത്? PTRൻ്റെ, അതായത് ഇത് PPTR ഇട്ടു, എന്നിട്ട് PTRൻ്റെ അഡ്രസ്സ് എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടോളാൻ പറഞ്ഞു. അതാണല്ലോ പോയിന്റ് ടു പോയിന്റ് എന്ന് പറയുന്നത്, പോയിന്റർ ടു പോയിന്റർ. ഇനിയാണ് നിങ്ങൾ കുറേ കാര്യങ്ങൾ നമുക്ക് എന്താണ് പറയുന്നത്, പരീക്ഷിച്ച് നോക്കി. ഇവിടെ എപ്പോഴും നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം. %D സ്റ്റാർ PTR ഇതെന്ത് തരുമെന്നറിയാവോ? ഇതെന്ത് തരും? ആലോചിച്ചേ, എന്ത് തരും? ഇനി ഇത് ബോക്സ് ഒന്നും വരയ്ക്കാതെ കാണാതെ പറയണം. ഏജ് 22 ആണ്, അതിൻ്റെ പോയിന്ററാണ് PTR എന്ന് പറഞ്ഞ്. അപ്പം സ്റ്റാർ PTR എപ്പോഴും ഒരു വാല്യൂ വരത്തുള്ളൂ. സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തരും? 22 തരും. നോക്കിക്കേ, എന്താണ് തെറ്റെന്നുള്ളത്? 22 തരും. മനസ്സിലായോ? ഇനി ഞാൻ വേറൊരു കാര്യം പ്രിന്റ് ചെയ്യാൻ പോവാണ്. വെറും PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തരും? വെറും PTR എന്ന് വെച്ചാൽ എന്ത് തരും? ഒരു അഡ്രസ്സേ തരത്തുള്ളൂ. ഇതെല്ലാവരും സ്ലാഷ് എന്നിട്ട് പോകും. ഇത് നിങ്ങൾ ഇനിയും പരീക്ഷിക്കണം. ഇത് ഓരോ കാര്യങ്ങളും മനസ്സിലിട്ട് കഴിയുമ്പോഴത്തേനും ഓരോന്ന് കിട്ടിക്കോളും. കണ്ടില്ലേ? സ്റ്റാർ PTR നമ്മുടെ ബോർഡിലോട്ട് നോക്കണം. ഞാനിപ്പോൾ ആ PP എഴുതാൻ പോവാണ്. ഏജ് ഉണ്ട്, 22 ഉണ്ട്, ഇതൊരു അഡ്രസ്സുണ്ട്. ഈ അഡ്രസ്സ് നമ്മൾ ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴത്തേനും ഓരോ അഡ്രസ്സാണ് വരുന്നത്. അതുകൊണ്ട് അഡ്രസ്സിനെ ഞാൻ ഇവരുടെ അഡ്രസ്സിനെ X1 എന്ന് വിളിക്കുവാണ്. ഓക്കെ, അടുത്ത് എന്താണെന്ന് X1 സേവ് ചെയ്താണ് PTR എന്ന് പറയുന്നത്. ഈ PTR എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ X2-ലാണ്. അങ്ങനെയാണ് X2 സ്റ്റോർ ചെയ്യുന്നതാണ് PPTR. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഞാൻ നിങ്ങളോട് ഇതിനകത്ത് തന്നെ ചോദിക്കാം, കോഡിൽ നിന്നല്ലാതെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം. സ്റ്റാർ PPTR ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ആൻസർ എഴുതും? സ്റ്റാർ PPTR പറയൂ, ആൻസർ പറയൂ. പോയിന്റർ ടു പോയിന്റർ എല്ലാ സാധനവും നമ്മൾ പഠിക്കാനുള്ള സാധനമാണ്. സ്റ്റാർ PPTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണം, ഈ PPTR എന്ന് പറയുന്ന സാധനം, സ്റ്റാർ എന്നാണ് എപ്പോഴും ഒരു വാല്യൂ ആണ്. അതായത് PPTR എന്ന അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ എന്നാണ് സ്റ്റാറിൻ്റെ അർത്ഥം. കുറേ പ്രാവശ്യം പറഞ്ഞല്ലോ. PPTR എന്ന് പറയുന്നത് ഏതാണ്? X2 ആണ്. PPTR എന്ന് വെച്ച് കഴിഞ്ഞാൽ X2 ആണ്. X2-ൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ എന്താ? X1 ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ എപ്പോഴും എന്താ എഴുതുള്ളൂ? X1 എഴുതുള്ളൂ. ഇനി സ്റ്റാർ PTR എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റാർ PTR എപ്പോഴും എന്താ? സ്റ്റാർ PTR എന്ന് വെച്ചാൽ PTR ഏതാ? X1 ആണ്. PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ X1 ആണ്. X1-ൽ സേവ് ചെയ്തേക്കുന്ന വാല്യൂ എത്ര? 22 ആണ്. അപ്പോൾ ഇത് എനിക്ക് എന്തേ കിട്ടത്തുള്ളൂ? 22 കിട്ടത്തുള്ളൂ. ഇനി ഞാനൊരു ഞാൻ പറയാം, PTR എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് കിട്ടണം? PTR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഇതോടുകൂടി നമ്മളെല്ലാം പഠിക്കുവാണ്. പോയിന്റർ ടു പോയിന്റർ പഠിച്ചാൽ മറ്റേ പോയിന്റർ നീക്കണം. PTR എന്ത് വരും?
PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒന്നേ ഉള്ളൂ, ഇതിനുള്ളിലെ വാല്യൂ ദാറ്റ് ഈസ് x1. PPTR എന്താണെന്ന് ചോദിച്ചാൽ എന്ത് തരണം? PPTR എന്ത് തരണമെന്ന് ചോദിച്ചാൽ എന്ത് വേണം? x2 തരണം. ഡൗട്ടൊന്നുമില്ലല്ലോ. അതായത് PTR ഈസ് ഈക്വൽ ടു x1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് ഏജ്. അഡ്രസ് ഓഫ് ഏജ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാലും ഇവിടാണ് നോക്കണ്ടേ, ഇവിടെ നോക്കണം. അഡ്രസ് ഓഫ് ഏജ് പ്രിന്റ് ചെയ്യാൻ പറയുന്നതും PTR പ്രിന്റ് ചെയ്യാൻ പറയുന്നതും ഒന്ന് തന്നെയാണ്. അഡ്രസ് ഓഫ് PTR എന്ന് പറയുന്നതും PPTRും ഒന്ന് തന്നെയാണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്കത് ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് നോക്കാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ആദ്യമേ കോഡിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. PTR എന്താണെന്ന് പ്രിന്റ് ചെയ്യാമെന്ന് പറയാണ്. ഓക്കെ അല്ലേ? നിങ്ങളുടെ ബോർഡിലോട്ട് ശ്രദ്ധിക്കണം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡിലോട്ട് നോക്കിയേ, ഞാൻ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. PTR ബോർഡിലോട്ട് നോക്കിയേ, PTR PPTR. ഓക്കെ, അപ്പൊ കോഡിലോട്ട് നോക്കിയേ. കോഡിൽ ഞാൻ ആദ്യമേ പറയുന്നത് PTR പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? എല്ലാ സാധനങ്ങളും നമ്മൾ എഴുതിയ സാധനങ്ങളെല്ലാം നോക്കാം. അടുത്ത ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഓരോ സാധനങ്ങൾ പ്രിന്റ് ചെയ്തു പോവാം. PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ പ്രിന്റ് ചെയ്യുന്നത്? PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റർ ആണ്, അതിൻ്റെ ഒരു അഡ്രസ്സ്, അതായത് ഏജിന്റെ അഡ്രസ് ആയിരിക്കും PTR എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഒരു അഡ്രസ്സ് പ്രിന്റ് ചെയ്ത്. എപ്പോഴും ഓർത്തോണം, അഡ്രസ്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ %UA ഉപയോഗിക്കാറുള്ളൂ. ക്ലിയർ അല്ലേ? ഈ അഡ്രസ്സ് പ്രിന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു ലേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ബോർഡിലോട്ട് നോക്കിയേ. അപ്പോൾ ഒരു കാര്യം, ആദ്യമേ ഞാൻ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത് എന്താ? എൻ്റെ കോഡിനകത്ത് നിങ്ങൾ രണ്ടും കൂടി ഒന്നിച്ച് നോക്കണം. ആദ്യമേ ഞാൻ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞ PTR ആണ്. ഓക്കെ, കോഡിനകത്ത് ഞാൻ ആദ്യമേ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? PTR ആണ്. PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ x1 പ്രിന്റ് ചെയ്യും. x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അഡ്രസ് ഓഫ് ഏജാ. അപ്പൊ അഡ്രസ് ഓഫ് ഏജ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ട് സാധനം ഒന്ന് തന്നെ ആയിരിക്കണമല്ലോ. നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇത് പ്രിന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എന്താണ് പറയുന്നത്, ഇത് നിങ്ങളെ പോയിന്റൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അതുപോലെ തന്നെ അഡ്രസ് ഓഫ് ഏജും പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അത് രണ്ടും ഒരേ സാധനമാണ്. കണ്ടില്ലേ, ഒരേ സാധനം വന്നേ പറ്റും. ഇനി എന്താണ് നോക്കിയേ, ബോർഡിലോട്ട് നോക്കിയേ. ഇനി ഞാൻ പറയുകയാണ് PPTR പ്രിന്റ് ചെയ്യാൻ പറയണം. PPTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? ഈ x2 പ്രിന്റ് ചെയ്യത്തുള്ളൂ. അതായത് ഇതെന്താണ്? ഒരു അഡ്രസ്സാണ്. PPTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്രസ്സാണ്. അതുകൊണ്ട് അതും പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? അതും പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ %U ആണ് കൊടുക്കേണ്ടത്. ഞാൻ എന്താണ് പറഞ്ഞത്? PPTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? PPTR ഇപ്പോൾ പ്രിന്റ് ചെയ്യും. അതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ ഞാൻ പ്രിന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് നോക്കി വേണം, അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ പ്രിന്റ് ചെയ്യാൻ. നോക്കിയേ എന്തൊക്കെയാ, ഇപ്പം ബോർഡിലോട്ട് നോക്കിയേ, ഞാൻ എന്തൊക്കെ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞത്? PPTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. PPTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ x2 പ്രിന്റ് ചെയ്യും. അതായത് ഈ സാധനം ഇതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് അറിയാവോ? PPTRനോട് ഇക്വലൻ്റ് ആയിട്ടൊരു സാധനമുണ്ട്, അഡ്രസ് ഓഫ് PTR. ഡൗട്ടൊന്നുമില്ലോ. ഇവിടാണ് നിങ്ങൾ നോക്കേണ്ട ബോർഡിൽ. PPTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ അഡ്രസ്സാണ് പ്രിന്റ് ചെയ്യുന്നത്. ഈ അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? PTRന്റെ അഡ്രസ്സാണ്. അപ്പം നോക്കിയേ, അടുത്ത ഞാൻ ബോർഡിൽ എന്താണ്? അഡ്രസ് ഓഫ് PTR പറയുകയാണ്. നോക്കിയേ, കണ്ടോ? ആദ്യത്തെ ഇത് രണ്ടും ഈക്വലാണ്, ഇത് രണ്ടും ഈക്വലാണ്, ഇത് രണ്ടും ഈക്വലാണ്, ഇത് രണ്ടും ഈക്വലാണ്. മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾ ഓരോ സാധനം ഇനി നോക്കണം. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നോക്കണം. അടുത്ത ബോർഡിലോട്ട് നോക്കിയേ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുക ഇതിനകത്ത് ഓരോ ആൻസർ. ഓക്കെ, അടുത്ത ഞാനൊരു കാര്യം പ്രിന്റ് ചെയ്യാൻ പറയാൻ പോവാണ്. PTR പ്രിന്റ് ചെയ്യാൻ പറയുവാണ്. PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യും? PTR എന്ന് വെച്ചാൽ PTRനുള്ളിലുള്ളതിനകത്തുള്ള വാല്യൂ 22 പ്രിന്റ് ചെയ്യും. ഡൗട്ടൊന്നുമില്ലല്ലോ. PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ 22 പ്രിന്റ് ചെയ്യും. അത് തന്നെയാണ് %D ഓഫ് ഏജ്. ഡൗട്ടൊന്നുമില്ലോ. അപ്പം നമുക്ക് ഇനി അത് അങ്ങനെ പ്രിന്റ് ചെയ്ത് നോക്കാം. ആദ്യമേ ഞാൻ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ %D. ഇനി ഓർത്തോണം, PTR %D ഓഫ് ഏജ് തന്നെയാണ് 22. രണ്ടും ഒന്ന് നോക്കിയേ, കണ്ടില്ലേ? രണ്ടും 22. ഇനി അടുത്ത കൂടെ നോക്കിയേ. ഇതെല്ലാം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയിന്ററി പുലിയായി. പോയിന്ററി ഇനി ഒരു ഡൗട്ടില്ല. ഇനി ഞാൻ PPTR പ്രിന്റ് ചെയ്യാൻ പറയാം. എന്ത് കിട്ടും? PPTR എന്ന് വെച്ചാൽ x2 ആണ്. x2ലുള്ള വാല്യൂ എന്താ? x1 കിട്ടും. ഈ PPTR എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് x1 ആണ് കിട്ടേണ്ടത്. അതിനോട് ഈക്വൽ എന്താ? അതിനോട് ഈ x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ PTR തന്നെയാണ്. അപ്പോൾ PTR എന്ത് തന്നെയാണ്? x1 ആണ്. ഇത് രണ്ടും നമുക്കൊന്ന് കോഡിൽ നോക്കാം. കോഡിൽ നോക്കിയേ, ഞാൻ പറഞ്ഞ PPTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു.
അതെന്ന് പറയുന്നത് സ്റ്റാർ പി പി ടി ആർ പ്രിന്റ് ചെയ്യുമ്പോഴത്തേന് എന്താണ് കിട്ടുന്നത്? സത്യം പറഞ്ഞ ഒരു വാല്യൂ എന്ന് കിട്ടി. ഒന്നുകൂടി നോക്കിയാൽ ബോർഡിലോട്ട് നോക്കിയാൽ സ്റ്റാർ പി പി ടി ആർ എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പറഞ്ഞൊരു വാല്യൂ ആണെന്ന്. ഓക്കെ, വാല്യൂ ആണെന്ന് പറഞ്ഞ് നോക്കിയേ, ഏത് വാല്യൂ? അതായത് പി പി ടി ആറിനകത്തുള്ള അഡ്രസ്സ്, ആ അഡ്രസ്സിലുള്ള വാല്യൂ. ആ വാല്യൂ പക്ഷെ ഓൾറെഡി ഒരു അഡ്രസ് ആയിപ്പോയി. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ പി പി ടി ആറും അതുപോലെ തന്നെ പി ടി ആർ എന്ത് തന്നെയാണ്? രണ്ടും അഡ്രസ്സ് തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അണ്ടർ പെർസെൻറ്റേജ് യു ഇടണം. മനസ്സിലാകുന്നുണ്ടോ? ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒന്നുകൂടി ബോർഡിലോട്ട് നോക്കി. ഞാൻ പറഞ്ഞു സ്റ്റാർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വാല്യൂവിനെ തരുമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഏത് വാല്യൂ ആണ് പറഞ്ഞത്? സ്റ്റാർ പി പി ടി ആർ എന്ന് വെച്ച് കഴിഞ്ഞാല് പി പി ടി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ടു ആണ്. എക്സ് ടുവിൽ കിടക്കുന്ന വാല്യൂ ആണ്. എക്സ് ടു കിടക്കുന്ന വാല്യൂ എന്താ? അതൊരു അഡ്രസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? പെർസെൻറ്റേജ് യു ഉപയോഗിച്ച് ഇത് രണ്ടും റൺ ചെയ്ത് നോക്കി. കണ്ടില്ലേ? ഒരേ സാധനം കിട്ടണം. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനിയും നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. ഒരു സ്റ്റാർ പി ടി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 22ലേക്ക് പോകും. 2 സ്റ്റാർ പി പി ടി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 22ലേക്ക് പോകും. ഇത്രയേ ഉള്ളൂ പോയിന്റർ ടു പോയിന്റർ. ക്ലിയർ അല്ലേ? അടുത്ത നമ്മൾ പഠിക്കേണ്ടതാണ് പോയിന്റർ ഇൻ ഫംഗ്ഷൻ കോളിംഗ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ശരിക്കും നിങ്ങളെ ഫംഗ്ഷൻ നിങ്ങൾ നല്ലപോലെ പഠിച്ച് ഫംഗ്ഷൻ്റെ ലാസ്റ്റ് ഞാനൊരു പോയിന്റ് പറഞ്ഞായിരുന്നു, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞായിരുന്നു. അതായത് എപ്പോഴും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷന് ആദ്യം ഇവിടെ ഒരു സാധനം ഡിഫൈൻ ചെയ്യും. ഒരു ഫംഗ്ഷൻ സം എ ബി എന്ന് പറയുന്ന ആർഗ്യുമെന്റ് നമ്മൾ പാസ് ചെയ്യല്ലേ. ഫംഗ്ഷൻ കണ്ടിട്ട് ഇതൊക്കെ കാണാവുള്ളൂ കേട്ടോ, മനസ്സിലാകത്തുള്ളൂ. സം ഓഫ് എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷനെ നമ്മൾ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഈ ആർഗ്യുമെന്റ് എന്താണ്? ഇവിടെ ഒരു എക്സിലേക്കും വൈയിലേക്കും ഇടും. അല്ലെങ്കിൽ എന്താ? ആ വാല്യൂവിൽ ഒരു കോപ്പി ഇവിടെ ഉണ്ടാക്കുമെന്ന്. അപ്പം മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനിലും അത് സേവ് ചെയ്യാൻ മെമ്മറി വേണം. ഫംഗ്ഷൻ നമ്മൾ വെളിയിൽ കൊണ്ടുപോയി പറയാനും സേവ് ചെയ്യാൻ വേണ്ടി വേറെ സ്ഥലം വേണം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേന് അത്രയും പ്രശ്നം വരും. പക്ഷേ പോയിന്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും മെമ്മറി ലൊക്കേഷൻ വേണ്ടി വരികയില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഒറ്റ കാര്യമുള്ളൂ, ഫംഗ്ഷനകത്ത് നമ്മൾ അവിടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യമുണ്ട്, കോൾ ബൈ വാല്യൂ എന്നും കോൾ ബൈ റെഫറൻസ് എന്നും പറഞ്ഞിരുന്നത്. അത് അന്നേരം നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതെന്താണെന്ന് ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു കാര്യം ഓർത്തോണം, നമുക്ക് ശരിക്കും ഫംഗ്ഷനകത്ത് നമ്മൾ എങ്ങനെയാണ് ഫംഗ്ഷൻ എഴുതുന്നത് ഒന്ന് ഓർത്തോണം. ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യമേ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഫംഗ്ഷനെ ഒരു ആർഗ്യുമെന്റ് വെച്ച് കോൾ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഫംഗ്ഷൻ ഏതാണ് പറഞ്ഞത്? ഡെഫിനേഷൻ നടത്തും. ഇങ്ങനെയാണല്ലോ ഫംഗ്ഷനെ നമ്മൾ 3 തരത്തിൽ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ആർഗ്യുമെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ കൊടുക്കുന്ന ആർഗ്യുമെന്റ് ഒരു വാല്യൂ ആണ് ഞാൻ പാസ് ചെയ്യുന്നെങ്കിലാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പാസ് ചെയ്യുന്നത് അഡ്രസ് ഓഫ് എ ആണെങ്കിലാണ് ഞാൻ കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് നമുക്കറിയാം ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്ത് നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യലുണ്ട്. ഒരു വാല്യൂ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും, ഏതാണ് പറയുന്നത്? കോൾ ബൈ വാല്യൂ എന്ന് പറയും. ഇനി ആ ആർഗ്യുമെന്റ് ആ വാല്യൂ പാസ് ചെയ്യുന്നതിന് പകരം ആ വാല്യൂ ഉള്ള അഡ്രസ്സ്, നമുക്ക് ആ വാല്യൂ കിടക്കുന്ന അഡ്രസ്സിനെ പാസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോഴാണ് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പിടികിട്ടും. അപ്പോൾ ആദ്യമേ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം. എന്താണ് പറഞ്ഞത്? പ്രോഗ്രാമിൽ ഒരു സ്ക്വയർ കാണാനുള്ള പ്രോഗ്രാം നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ എന്താണ് സ്ക്വയർ കാണാൻ? എന്താണ്? ഇൻറ്റ് n = 5 എന്ന് പറയുന്ന വാല്യൂ എടുത്ത്. ഇനി ഞാൻ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതുകൊണ്ട് എന്താണ് പറയുന്നത്? സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യാൻ പോവാണ്. എന്ത് ചെയ്യാണ്? ഈ n എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ പാസ് ചെയ്യുവാണ്. അതുകൊണ്ട് ആദ്യമേ ഞാൻ എന്ത് ചെയ്യണം? ആ സ്ക്വയറിനെ ഡിഫൈൻ ചെയ്യണം. n സ്ക്വയർ ഇൻറ്റിജർ വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻറ്റ് എന്ന് ഇടുക. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഉണ്ടല്ലോ, ഇനി എന്താണ് പറയുന്നത്? ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ ഫംഗ്ഷൻ ഞാൻ അവിടെ ഡിഫൈൻ ചെയ്യണം. വോയിഡ് സ്ക്വയർ ഏതാണ് പറഞ്ഞത്? ഈ n എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ പാസ് ചെയ്യുവാണ്. അത് ഞാൻ n ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഇനി ഞാൻ അതിനെ ഡെഫിനിഷൻ എഴുതാൻ പോവാണ്. എന്താണ്? n = n × n. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി പ്രിൻ്റ് എഫ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രിൻ്റ് എഫ് സ്ക്വയർ കാണാൻ പ്രിൻ്റ് എഫ് %d ഏതാണ്? ഞാൻ എഴുതാം. സ്ക്വയർ = എന്ന് പറഞ്ഞിട്ട് എഴുതാം. സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പോഴത്തെ n.
ഓക്കെ അല്ലേ? ഇനി ഞാനൊന്ന് പ്രോഗ്രാം റൺ ചെയ്യുവാണ്. കണ്ടോ സ്ക്വയർ 25 എന്ന് കിട്ടി. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. കോൾ ചെയ്യാൻ നേരത്ത് ഞാൻ ഇവിടെ എന്താണ് പാസ് ചെയ്തെന്ന് നോക്കിയേ. കോൾ ചെയ്യാൻ നേരത്ത് ഞാൻ എന്ന് പറയുന്ന വാല്യൂ ആണ് ഇങ്ങോട്ട് പാസ് ചെയ്തത്. ഈ വാല്യൂ പാസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതാണ് ഓർക്കേണ്ടത്. ഞാൻ ഈ വാല്യൂ പാസ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഉണ്ടാകുന്നത് ഒരു കോപ്പിയാണ് ഇതിൻ്റെ ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? ഒരു കോപ്പിയാണ് ഉണ്ടാകുന്നത്. ഈ എന്നിൻ്റെ അല്ലെ എനിക്കിവിടെ ഇൻ്റെ എക്സ് എന്ന് എടുക്കാം. ഇൻ്റെ എക്സ് എന്ന് എടുക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം എന്ത് തന്നെയാണ്? ഒരേ ആൻസർ തന്നെ കിട്ടും. ഞാൻ നേരത്തെ ഫംഗ്ഷനിൽ പറഞ്ഞിരുന്നു, കണ്ടില്ലേ? അപ്പോൾ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരേ വാല്യൂ ആയാലും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതായത് എപ്പോഴും നമ്മൾ ഓർക്കണം. ഓക്കെ, ഇവിടെ ഞാൻ പാസ് ചെയ്ത വാല്യൂ ആണ്. ഇവിടെ ഇപ്പോൾ ഈ n സ്റ്റോർ ചെയ്യാൻ കണ്ടോ, n = 5 സ്റ്റോർ ചെയ്യാൻ വേണ്ടി മെയിൻ ഫംഗ്ഷനകത്ത് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇനി അതൊന്ന് നോക്കാം. ബോർഡിലോട്ട് നോക്കിയേ. ഞാനിപ്പോൾ എന്താണ് പറയുന്നത്? സ്ക്വയർ എന്ന് പറയുന്ന ഏതാണ് പറയുന്നത്? ഫംഗ്ഷൻ കോൾ ചെയ്തു. ആ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മെയിൻ ഫംഗ്ഷനിൽ ഞാൻ വന്നിട്ട് വോയിഡ് സ്ക്വയർ ഏതാണ് ഇൻഡ് n എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഞാനിവിടെ എന്താ പാസ് ചെയ്തത്? വാല്യൂ ആണ് ഞാൻ പാസ് ചെയ്തത്. മനസ്സിലായില്ല? ആർഗ്യുമെൻ്റ് ആയിട്ട് ഞാനൊരു വാല്യൂ ആണ് പാസ് ചെയ്തത്. അതായത് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കി. അതായത് n = 5 ആണെന്ന് ഇരിക്കട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞു ഇൻഡ് n = 5. വേരിയബിൾ എടുത്തു, വേരിയബിളിന് n എന്ന് പേര് കൊടുത്തു, 5 എന്ന് പറയുന്ന സാധനം ഇട്ടു. ഇത് ഏതോ ഒരു അഡ്രസ്സിലാണ് 2010 കോപ്പി ആകുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഞാനിവിടെ കോൾ ബൈ വാല്യൂ എടുത്തത്. കോൾ ബൈ വാല്യൂ എടുക്കുമ്പോഴത്തേന് ജസ്റ്റ് എന്നിൻ്റെ ഒരു കോപ്പിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷേ ദാറ്റ് വിൽ മീൻ ആണ് മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, അപ്പം ഞാൻ ഇതിനൊരു കോപ്പി ഉണ്ടാക്കും. എന്നിട്ട് ആ കോപ്പിയിലാണ് ചേഞ്ച് ചെയ്യുന്നത്. ഏറ്റവും ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ ഓർത്താൽ മതി. ഇത് കോഡിലോട്ട് നോക്കിയേ. ഇവിടെ ഞാൻ പാസ് ചെയ്യാൻ പറഞ്ഞു എന്നാണ്. ഇവിടെ ഞാൻ n പാസ് ചെയ്യാൻ പറഞ്ഞു, അത് ഇവിടെ എത്തി. എപ്പോഴും ഓർത്തോണം, ഈ എന്നിൻ്റെ ഒരു കോപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് ആ കോപ്പിയിലാണ് ഞാൻ മാറ്റം വരുത്തിയത്. അതൊരിക്കലും ഇവിടെ മാറ്റം വരികയില്ല. അതിന് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത്? ഇത് വിളിച്ച പാടെ പോയിട്ട് ഇങ്ങോട്ട് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഇവിടെ വരുമല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് നോക്കേണ്ടത്? വീണ്ടും അതിൻ്റെ ബാക്കി ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പ്രിൻ്റ് ചെയ്യിക്കാം. %d(n) എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കി. %d(n). ഓക്കെ, നോക്കിയേ. ഇവിടെ എന്താണ്? /n ഇത് കൊടുത്തു കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകും. നോക്കിയേ, 25 വന്ന് എന്നിട്ട് എന്ത് ചെയ്യുന്നു? 5 വന്ന്. ഇതാണ് ഞാൻ ആ ബോർഡിൽ എഴുതി കാണിച്ചതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം. നോക്കണം, ഇവിടെ ഞാൻ പാസ് ചെയ്ത വാല്യൂ ആണ്. ഇതിനാണ് പറയുന്നത് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എന്നിനെ ഇങ്ങോട്ട് ഞാൻ പാസ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഉണ്ടാക്കിയ എന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് കോപ്പിയാണ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായതാണ്. എന്നിട്ട് ഇവിടെ നടക്കുന്ന പരിപാടികൾ മുഴുവൻ നടക്കുന്ന എന്താ? ഈ കോപ്പി ചെയ്ത വാല്യൂയിലാണ്. ഈ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കോപ്പി ഞാൻ ഉണ്ടാക്കി. ആ കോപ്പിയിലാണ് ഞാനിവിടെ മാറ്റങ്ങൾ വരുത്തിയത്. ശരിക്കും ഒറിജിനൽ എന്നിൽ എനിക്ക് മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നോക്കിയാൽ ഈ പ്രോഗ്രാം റൺ ചെയ്ത് വരുമ്പോഴത്തേന് n 5 എന്നെടുത്തു. എന്നിട്ട് അടുത്ത ഫംഗ്ഷൻ കോൾ ചെയ്തു. ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോഴത്തേന് സ്ക്വയർ ചെയ്ത് 25 എന്ന് പ്രിൻറ്റ് ചെയ്തു. അത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോകും? വീണ്ടും ഇവിടെ വരും. അടുത്ത ലൈനിൽ n പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. സത്യത്തിൽ ഇവിടെ n 25 ആയല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് 25? അങ്ങനെയാണ് ഇവിടെയും 25 എന്ന് കാണിക്കേണ്ടതല്ലായിരുന്നോ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു വാല്യൂവിനെയാണ് പാസ് ചെയ്യുന്നത്. വാല്യൂ പാസ് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കോപ്പിയാണ്. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. എന്നിനെ ഞാൻ ഒരു വാല്യൂ പാസ് ചെയ്ത് എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കോപ്പി ഉണ്ടാക്കി. എന്തൊക്കെയാണോ ഞാൻ ഈ പറയുന്ന ഫംഗ്ഷനകത്ത് ചെയ്യുന്നത് അതെല്ലാം ഈ കോപ്പിയിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഒറിജിനൽ ഫംഗ്ഷന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുക. ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത്? വാട്സാപ്പിൽ ഒരാളോട് മെസ്സേജ് അയച്ചു, അത് അയാൾക്ക് വാട്സാപ്പിൽ കിട്ടി. ഓക്കെ, അയാൾ ഡിലീറ്റ് ഫോർ മീ അടിച്ചെന്നിരിക്കട്ടെ, എനിക്ക് പോവുമോ?
ഒരിക്കലും ഇല്ല. കാരണം ഞാൻ അയാൾക്കൊരു മെസ്സേജ് അയച്ചപ്പോഴത്തേന് എൻ്റെ ഒരു കോപ്പിയാണ് അയാളിൽ ചെന്നത്. അയാൾ വേണേൽ ഡിലീറ്റ് ചെയ്യുവോ, ഫോർവേഡ് ചെയ്യുവോ, എഡിറ്റ് ചെയ്യുവോ എന്ത് വേണേലും ചെയ്യും. അത് ഞാൻ അയച്ച എൻ്റെ വാട്സാപ്പിൽ തിരിച്ച് കാണാമോ? ഇല്ല. സിമ്പിൾ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. കോൾ ബൈ വാല്യൂ. ദാറ്റ് മീൻസ് ഓർത്തോണം. ഇത് ഇവിടെ പോയിന്റർ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഞാൻ ഉപയോഗിച്ചത് എന്താണെന്ന് അറിയാമോ? ഇവിടെ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വാല്യൂവിനെ പാസ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കി. ആ കോപ്പിയിലാണ് ഞാൻ മാറ്റം വരുത്തിയത്. കോപ്പിയിൽ ചെയ്യുന്ന ഒരു മാറ്റം പോലും എൻ്റെ ഒറിജിനൽ ഇതിനകത്ത് മാറുകയില്ല. അതായത് ഇവിടെ ഒരു മെമ്മറിയിൽ ഒരു വേരിയബിൾ ഉണ്ട്. ഇവിടെ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് ആ കോപ്പിയിലാണ് മാറ്റം വരുത്തുന്നത്. കണ്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചെയ്തു വന്നപ്പോഴത്തേന് എന്നിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ ഉണ്ടായ എന്നിൻ്റെ ഒരു കോപ്പിയാണ്. ആ കോപ്പീൻ്റെ മാറ്റാൻ പറഞ്ഞു. കോപ്പിയിൽ എന്നിനെ n × n ചെയ്ത് ആ 5ൻ്റെ കോപ്പി ഉണ്ടായി. ആ കോപ്പിയിലും 5നെ 25 ആക്കി. പക്ഷേ വീണ്ടും മെയിൻ ഫംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇവിടെ മാത്രമേ ആ കോപ്പിയിൽ ചേഞ്ചസ് നടന്നുള്ളൂ. ഇവിടെ എന്തെങ്കിലും നടന്നു? ഒരിക്കലില്ല. അതുകൊണ്ടാണ് 5 വന്നത്. ഇനി കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാമിനെ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ മാറ്റം വരുത്തുന്നത് ഇവിടെയും മാറിയിരിക്കും. വളരെ സിമ്പിളായിട്ട് ഓർക്കണം. കോൾ ബൈ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എന്ന് പറയുന്ന വാല്യൂ വിടുന്നതിന് പകരം എന്നിൻ്റെ അഡ്രസ്സാണ് ഞാൻ പാസ് ചെയ്യുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഒരു കാര്യം ഓർത്തോണം, ശരിക്ക് എന്ന് പറയുന്ന വാല്യൂ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്നതിന് പകരം ആ മെമ്മറി അഡ്രസ്സ് ഞാൻ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യും. ആ മെമ്മറി അഡ്രസ്സ് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്താൽ അത് സ്വീകരിക്കേണ്ടത് ആരാണ്? പോയിന്ററാണ്. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിലോട്ടൊന്ന് നോക്കി. ഇൻറ്റ് ഏജ് ഈക്വൽ ടു 22 എന്നുണ്ട്. അതിൻ്റെ മെമ്മറി അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? പോയിന്റർ. ഒരു മെമ്മറി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോർ ചെയ്യാൻ ലോകത്തിൽ ഒരു സാധനമേ ഉള്ളൂ. ആരാണുള്ളത്? പോയിന്റർ. യെസ്. ഇവിടാണ് ഓർക്കേണ്ടത്. നമ്മൾ കോൾ ബൈ വാല്യൂസിൽ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എന്നാണ് ഒരു വാല്യൂ ആണ് ഞാൻ പാസ് ചെയ്തത്. ഒരു വാല്യൂ പാസ് ചെയ്തപ്പം അതിനെ ഞാൻ വാല്യൂ ആയിട്ട് തന്നെ സ്വീകരിച്ച്. അതായത് ഒരു വാല്യൂവിനെ ഞാൻ പാസ് ചെയ്തപ്പം ആ വാല്യൂവിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കി. ഓക്കെ, കോപ്പി വേണേൽ എക്സ് എന്ന് വേണേൽ കോപ്പിയെ വിളിക്കാം. ഈ കോപ്പിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നു, ഒറിജിനലിനകത്ത് മാറ്റം വരുത്തുന്നില്ല. കോൾ ബൈ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാല്യൂ പാസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഫംഗ്ഷനകത്ത് ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കും. ആ കോപ്പിക്കകത്ത് ഞാൻ മാറ്റങ്ങൾ വരുത്തും. കോപ്പിക്കകത്ത് മാത്രമാണ് മാറ്റം വരുത്തുന്നത്, ഒറിജിനൽ വാല്യൂവിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഇവിടെ ഒരു കാര്യം ഓർക്കണം, വാല്യൂവിനെ ഞാൻ വേറൊരു വാല്യൂവായിട്ടാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ എന്താണ് പാസ് ചെയ്യാൻ പറഞ്ഞത്? അഡ്രസ് ഓഫ് n ആണ്. ഒരു അഡ്രസ്സ് എവിടെ ആകത്തുള്ളൂ? അതല്ലേ നമ്മൾ പഠിച്ച PTRനുള്ളിൽ എപ്പോഴും എന്തേ വരത്തുള്ളൂ? 2020 എന്നൊക്കെ പറഞ്ഞ അഡ്രസ്സേ വരത്തുള്ളൂ. ഇനി ആദ്യത്തെ നമ്മുടെ ഫിഗർ ഒന്ന് നോക്കിയാൽ, ആദ്യത്തെ ഫിഗർ നോക്കിയാൽ ഇൻറ്റ് ഏജ് ഈക്വൽ ടു 22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അഡ്രസ്സാണ്, അഡ്രസ് ഓഫ് ഏജ് ആണ്. അതെങ്ങോട്ടേലും സ്റ്റോർ ചെയ്യാൻ പറഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാൻ, അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ ഈ ലോകത്ത് ഒരു സാധനമുള്ളൂ, പോയിന്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പോയിന്റർ എന്നിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞിട്ട്, ഈ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നോക്കിയിരിക്കണേ. ഇൻറ്റ് n ഈക്വൽ ടു 5. ഞാൻ ഇതിനെ പോയിന്റർ ഡിഫൈൻ ചെയ്യുവാണ്. സ്റ്റാർ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റ് സ്റ്റാർ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ഓഫ് n. ഡെഫിനിഷൻ കഴിഞ്ഞ്. ഓക്കെ, ഇതിനകത്ത് നിന്ന് പോയിന്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു അഡ്രസ്സേ കിട്ടത്തുള്ളൂ. സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? സ്റ്റാർ PTR എന്തായിരിക്കും? ഈ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയുന്നത്? ഇവിടെ ഞാനൊരു പോയിന്റർ n എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്റ്റാർ n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ 5 എന്ന് പറയുന്ന വാല്യൂ. സിമ്പിൾ അല്ലേ? അത് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിട്ടുള്ളതാണ്. ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ n എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഇതെല്ലാം എന്താണ്? സ്റ്റാർ n. ഇവിടെ കുറേ സ്റ്റാർ വന്ന്, അപ്പോൾ ഞാനൊരു ബ്രാക്കറ്റ് ഇടുവാണ് കേട്ടോ, മനസ്സിലാകാൻ വേണ്ടി. ഇതാണ് എൻ്റെ പോയിന്റർ എന്നുള്ള സ്റ്റാർ. അടുത്ത സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ അല്ലേ? ഇതെല്ലാം ഞാൻ പോയിന്റർ വെച്ചിട്ടുള്ള കളിയാണ്. ഇനി എന്ത് ചെയ്യാൻ പറയാണ്? പോയിന്റർ n പ്രിന്റ് ചെയ്യാൻ പറയാണ്. നോക്കിയോണം. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റർ ആണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ നോക്കി. ഇപ്പം എന്താണ് സ്ക്വയർ കിട്ടിയത്? ഇവിടെ ഒരു പ്രിന്റ് ഓഫ് ആദ്യമേ വന്ന സ്ക്വയർ ആണ്. ഇവിടെ എന്താണ്? n പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു.
ഈ എന്നെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേനും അതൊരു അഡ്രസ്സാണ് പ്രിന്റ് ചെയ്തത്. അതെന്തുകൊണ്ടാണ് മനസ്സിലായോ? ഇപ്പം നമ്മുടെ പോയിന്ററാ. പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു പോയിന്ററെ പ്രിന്റ് ചെയ്യത്തുള്ളൂ. അതിനകത്തുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണം എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രിന്റ് ചെയ്യണം. ഇവിടെ നോക്കിയാൽ മുമ്പത്തെ കോൾ ബൈ വാല്യൂസിൽ എന്തായിരുന്നു? ആദ്യമേ സ്ക്വയർ 25 കിട്ടി. പക്ഷേ രണ്ടാമത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞ ഇതാണ്. മനസ്സിലായില്ലേ? മുമ്പേ കിട്ടിയത് 25ഉം 5 ആണ്. അതായത് ഞാൻ മുമ്പത്തെ പ്രോഗ്രാം ഓർമ്മയുണ്ടോ? മുമ്പത്തെ പ്രോഗ്രാം എന്താ? എന്നിനെയാണ് പാസ് ചെയ്തത്. ഒരു കോപ്പി ഉണ്ടാക്കി കോപ്പിയിലാണ് മാറ്റം വരുത്തിയത്. അപ്പോൾ കോപ്പി 25 എന്നാക്കി. പക്ഷെ ഒറിജിനൽ എന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്ത് തന്നെയാണ്? 5 തന്നെ പ്രിന്റ് ചെയ്തു. പക്ഷെ കോൾ ബൈ റെഫറൻസിൽ അങ്ങനല്ല, കോപ്പിയിലല്ല മാറ്റം വരുന്നത്. കാരണം നോക്കിയേ, കോൾ ബൈ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നോക്കിക്കേ, എന്ന് ഞാൻ പാസ് ചെയ്ത്, ഡൗട്ടൊന്നുമില്ലല്ലോ. അഡ്രസ് ഓഫ് എന്ന് പാസ് ചെയ്ത്, അഡ്രസ് ഓഫ് എന്ന് പാസ് ചെയ്യുന്നത് എപ്പോഴും പോയിന്ററിലേക്കായിരിക്കണം. അതായത് ഇതാണ് അതിൻ്റെ അർത്ഥം. ഇത് നോക്കിയേ നമ്മുടെ പ്രോഗ്രാമിലോട്ട് വന്ന് ഞാൻ നോക്കണം. ഞാൻ എന്താ സ്ക്വയർ എന്ന് പറയുന്ന സാധനത്തെ ആംബ്രസൻ എന്നാണ് ഇട്ടത്. എന്നിട്ട് ഞാൻ അതിനെ സ്വീകരിച്ച് എങ്ങനെ, ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. സ്വീകരിച്ചത് ഇൻഡ് പോയിന്റർ എൻ എന്നാണ് ഞാൻ സ്വീകരിച്ചത്. കാരണം ഈ എന്നിന് വരെ എക്സ് എന്നിടാ, എന്ത് വേണമെങ്കിലും ഇടാം, ഡൗട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഇനി ഒന്ന് നോക്കണം, ഇതിനെ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഇൻഡ് പോയിന്റർ എൻ ഈസ് ഈക്വൽ ടു ഇതെന്നാണ്. ഇതല്ലേ നമ്മുടെ ഡെഫിനിഷൻ. ഇത് കണ്ടപാടെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു പോയിന്ററിനെ ആയിരിക്കും. ഡൗട്ടൊന്നുമില്ലല്ലോ. എന്ന് സൂചിപ്പിക്കുന്ന എപ്പോഴും ഒരു പോയിന്ററിനെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതൊരു അഡ്രസ് ആയിരിക്കും. ആ അഡ്രസ്സിനുള്ളിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂ എന്താണ്? 5 ആയിരിക്കും. ഡൗട്ടൊന്നുമില്ലല്ലോ. കാരണം നമ്മൾ ആദ്യമേ n=5 എന്ന് കൊടുത്തായിരുന്നു. ഇത് രണ്ടും ഒരേ വാല്യൂ വെച്ചെടുക്കുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇത് ഈ ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പം ആംബ്രസൻ n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൻ്റെ അഡ്രസ്സ്, അതാണ് ഒരു പോയിന്ററിലേക്ക് സ്റ്റോർ ചെയ്ത്. ആ പോയിന്ററിനെ ഞാൻ n എന്നാണ് വിളിച്ചത്. അപ്പം എൻ്റെ ഏജിൻ്റെ വാല്യൂ എന്നാണ്, ഈ വേരിയബിളിൻ്റെ വാല്യൂ എന്നാണ്, ഇതും എന്നാണ്. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. കാരണം ഇത് വേറെ വേരിയബിൾ വെച്ച് കാണിച്ച ഈ 25 മാർക്ക് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഇത്ര ആലോചിച്ചാൽ മതി. നോക്കിയേ, കോൾ ബൈ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ പാസ് ചെയ്യുന്നതിന് പകരം ഞാൻ അഡ്രസ്സ് പാസ് ചെയ്തു. അഡ്രസ്സ് എങ്ങോട്ട് പാസ് ചെയ്യാൻ പറഞ്ഞു? ഇൻഡ് സ്റ്റാർ എന്നിലേക്ക് പാസ് ചെയ്യാൻ പറഞ്ഞു. അതാണ് നമ്മുടെ ആ ഒറിജിനൽ ഡെഫിനിഷൻ. ഇൻഡ് സ്റ്റാർ എന്നിലേക്ക് ആരെ കൊടുക്കാൻ പറഞ്ഞു? ആംബ്രസൻ. ഇതല്ലേ നമ്മൾ ആദ്യമേ പഠിച്ച ഏത് ഇക്വേഷൻ? ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? എനിക്ക് അഡ്രസ് ഓഫ് എൻ ഉണ്ട്. ആ അഡ്രസ് ഓഫ് എൻ ആണ് ഞാനൊരു പോയിന്ററിലേക്ക് സേവ് ചെയ്ത്. ഈ പോയിന്റർ PTRന് വരെ n എന്ന് പേര് വിളിച്ച്. പിന്നെ നമ്മൾ ആദ്യമേ ഇക്വേഷനിൽ കൊടുത്തായിരുന്നു ഇൻഡ് n = 5 എന്ന് കൊടുത്തായിരുന്നു. അപ്പം n = 5. ഇതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. n പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്യും? ഒരു അഡ്രസ്സ് പ്രിന്റ് ചെയ്യും. സ്റ്റാർ n പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ അഡ്രസ്സിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം നോക്കിയേ, ഇതാണ് കോൾ ബൈ റെഫറൻസ്. അതായത് വീണ്ടും ഒരു മെമ്മറി ലൊക്കേഷൻ എനിക്ക് സാധാരണ കോൾ ബൈ വാല്യൂസിൽ എന്താ, ഈ എന്നിനൊരു മെമ്മറി വെക്കണം, ഇവിടെ ഒരു മെമ്മറി വെക്കണം. ഇവിടെ മെമ്മറി ഒന്നും വെക്കണ്ട, പോയിന്റർ വഴി അഡ്രസ്സിൽ നിന്ന് വാല്യൂ എടുത്തോളും. അതിനകത്ത് നിന്ന് ഇതിങ്ങനെ സ്വീകരിച്ചതിൻ്റെ അർത്ഥം എന്താ? സ്റ്റാർ n 5 ആയി എന്നാണ് ഞാൻ പറഞ്ഞ. മനസ്സിലായോ? നോക്കിയാൽ ഞാൻ അഡ്രസ്സാണ് കൊടുത്തതെങ്കിലും സ്റ്റാർ n എന്ന് പറയുന്നത് എന്തായി? ആ 5 തന്നെ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ. ബാക്കി അതേപടി ചെയ്താൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, കോൾ ബൈ റെഫറൻസ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇവിടെ എന്നിൽ ഞാൻ മാറ്റം വരുത്തിയല്ലോ. എന്നിപ്പോൾ എന്തായി? അതായത് ഞാനിപ്പോൾ നോക്കണം, ഈ എന്നിൽ ഇതൊക്കെ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ എന്താണ്? സ്റ്റാർ n മാറ്റാൻ പറഞ്ഞു. ക്ലിയർ അല്ലേ? അതായത് ഇത്രയും കാര്യങ്ങൾ കോൾ ബൈ റെഫറൻസിന് ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ഇനി ഞാൻ പറയുന്നത് എന്താ? സ്റ്റാർ n × സ്റ്റാർ n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു സ്റ്റാർ n എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 തന്നെയാണ്. ആ 5 സ്റ്റാർ n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ ആണെന്നാണ് അർത്ഥം. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഒന്നുകൂടി നോക്കണം, മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്. ഇൻഡ് ഏജ് = 22. സിമ്പിൾ കാര്യമാണ്. ഇൻഡ് ഏജ് = 22. അടുത്ത നമ്മൾ പോയിന്റർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? PTR = അഡ്രസ് ഓഫ് ഏജ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഏജ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് 22 ഉണ്ട്. അതായത് ഇവിടെ ഒരു പോയിന്റർ ഇട്ടു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ അഡ്രസ് ഓഫ് ഏജ് ആണെന്ന് മനസ്സിലായി.
സ്റ്റാർ പോയിന്റർ എന്ന് പറയുന്നത് 22 ഒന്ന് തന്നെയാണ്. അതായത് സ്റ്റാർ പോയിന്റർ ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏജ് 10 മാറിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഡൗട്ടൊന്നുമില്ലല്ലോ. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇവിടെ നോക്കിയേ, ഇവിടെ എന്തായിട്ടാണ് പറയുന്നത്? ഇവിടെ ഞാൻ പറയുന്നത് നോക്കണം, എൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഞാൻ പാസ് ചെയ്തത് അഡ്രസ് ഓഫ് എൻ ആണ്. അത് വന്നത് എങ്ങോട്ടാണ്? ഇൻഡ് സ്റ്റാർ എന്നിലേക്കാണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്താ? ഇൻഡ് സ്റ്റാർ എന്നിലേക്ക് വന്നത് എന്താ? അഡ്രസ് ഓഫ് എൻ ആണ്. അപ്പോൾ ഇത് ഓർത്ത്, ഇതിൻ്റെ ഒരു കാര്യം ഓർത്തോണം, എൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എൻ എൻ്റെ പോയിൻ്ററാണ്, അതിനകത്ത് അഡ്രസ് ഓഫ് എൻ ഉണ്ട്. അപ്പോൾ അഡ്രസ് ഓഫ് എൻ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ എന്താണ്? വാല്യൂ. അതായത് സ്റ്റാർ എൻ എന്താണ്? അതായത് എൻ ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്തത് സ്റ്റാർ എന്നിൽ എന്ത് മാറ്റം വരുത്തിയാലും എൻ്റെ ഈ വാല്യൂവിനുള്ളിലാണ് മാറ്റം വരുത്തുന്നത്. സ്റ്റാർ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ n = 5 എന്ന് എടുത്തില്ലേ? n എന്ന് പറയുന്ന വേരിയബിൾ 5. അതായത് ഈ സ്റ്റാർ n എന്ന് പറയുന്നത് ഈ n തന്നെയാണെന്ന് അറിഞ്ഞത്, ഇതിനകത്തുള്ള വാല്യൂ തന്നെയാണെന്നാണ്. അപ്പം ഞാൻ നോക്കിയ സ്റ്റാർ എന്നിലാണ് ഇപ്പം മാറ്റം വരുത്തിയത്. കൂടി സ്റ്റാർ n 25 ആയി. തിരിച്ച് മേളിൽ ചെന്നു, അടുത്ത n പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഓൾറെഡി അവിടെ തന്നെ മാറിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. ചിന്തിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ ഇൻഡ് PTR ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് ഏജ് എന്ന് എഴുതിയ പാടെ ഓർക്കണം, എനിക്കൊരു പോയിന്റർ ഉണ്ട്. ആ പോയിന്ററിൽ എന്തുണ്ട്? ഒരു അഡ്രസ് വാല്യൂ ആണുള്ളത്. ഡൗട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ അഡ്രസ് വാല്യൂവിൽ ഒരു വാല്യൂ ഉണ്ടാവും. ഈ അഡ്രസ്സിൽ ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ആണ് സ്റ്റാർ PTR. ഞാൻ ആദ്യമേ x = 5 എന്ന് കൊടുത്ത്, ഓക്കെ. അപ്പോൾ അതാണ് ഈ സാധനം 5. എക്സിൽ മാറ്റം വരുത്തുന്നതിന് പകരം സ്റ്റാർ PTR മാറ്റം വരുത്തിയാലും മതി. അത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്ത കോഡിൽ നോക്കി. എന്നിൽ മാറ്റം എന്നാണ് 5. 5ൻ്റെ സ്ക്വയർ ആണ് കാണേണ്ടത്. അതുകൊണ്ട് അഡ്രസ്സിനെ ഞാൻ പാസ് ചെയ്യിച്ച് അവിടെ എനിക്ക് പോയിന്ററായി. എന്നിന് മാറ്റം വരുത്തുന്നതിന് പകരം നോക്കിയേ, ഇവിടെ ബോർഡിൽ നോക്കി, ഇവിടെ എക്സ് ആണ്. ഈ എക്സിൽ മാറ്റം വരുത്തുന്നതിന് പകരം ഞാൻ 5ൽ മാറ്റം വരുത്തിയാലും മതി. ക്ലിയർ അല്ലേ? ഇത് വേണം, എന്താണ് പറയുന്നത്, വേറെ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കണ്ടില്ലേ എന്താ പറ്റിയെന്ന് മനസ്സിലായോ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ഇട്ടാലായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് എളുപ്പം. നോക്കണം, ഇതിനകത്ത് എന്താണ് പറയുന്നത്? പ്രോഗ്രാം നോക്കണം. ഇൻഡ് n = 5 എടുത്ത്, എന്നിട്ട് ഞാൻ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. ഇനി ഞാൻ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാം. ഫംഗ്ഷൻ ഡെഫിനേഷനകത്ത് ഇൻഡ് സ്റ്റാർ എക്സ് എന്നാണ് എടുത്തത്. അതിനർത്ഥം നോക്കണം, ഈ അഡ്രസ്സ് വന്ന് ഇതിലേക്കെന്നാണ്. ഇനി നോക്കിയേ, ഇൻഡ് സ്റ്റാർ x = അഡ്രസ് ഓഫ് n എന്നാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ട പാടെ അറിയില്ലേ? ഇവിടെ പോയിന്റർ എക്സ് ആണ്. അപ്പോൾ 2 ഡപ്പയുണ്ട്. പോയിന്റർ എക്സ് ആണ്, അതിനകത്ത് കിടക്കുന്നത് എന്താ? അഡ്രസ് ഓഫ് n ആണ്. അപ്പോൾ അഡ്രസ് ഓഫ് n ആണ്. അപ്പോൾ n = എന്നാണ്, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ പോയിന്റർ ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ഞാൻ പറഞ്ഞു? 5 ആണെന്ന് പറഞ്ഞു. 5 മാറ്റം വരുത്തുക എന്ന് വെച്ചാൽ പോയിന്റർ ഓഫ് എക്സ് മാറ്റം വരുത്തുക. അതാണ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ റെഫറൻസ് വന്നു കഴിഞ്ഞാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. n5 വന്നല്ലോ. എന്നിൽ ഇനി ചുരുക്കി പറഞ്ഞാൽ ഈ എന്നിൽ ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് പകരം എനിക്ക് സ്റ്റാർ n എന്ന് യൂസ് ചെയ്യാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഞാൻ നോക്കിയേ, സ്റ്റാർ എക്സ് വന്നു കണ്ടോ? കാരണം എന്താണ്? ഇത് ഞാൻ അഡ്രസ്സിനുള്ളിലാണ് മാറ്റം വരുത്തുന്നത്. അതുകൊണ്ടാണ് നോക്കിയേ, ബോർഡിലോട്ട് നോക്കിയേ, ഇവിടെ ഞാൻ എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് മാറ്റിയത്. പക്ഷെ എൻ്റെ n ഓട്ടോമാറ്റിക്കായിട്ട് മാറി. കാരണം എന്തുകൊണ്ടാ? ആദ്യമേ ഞാൻ എടുത്ത് n5 എന്നായിരുന്നു. ഓക്കെ, ഇനി മനസ്സിലാക്കണം, n5 എന്നായിരുന്നു. അവിടെ ഞാനൊരു അഡ്രസ് ഓഫ് n സേവ് ചെയ്തു. ആ അഡ്രസ് ഓഫ് എന്നിലേക്ക് ഞാനൊരു പോയിന്ററിനെ വിളിച്ചു എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഞാൻ കാണാതെ പറയുകയാണ്, സ്റ്റാർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണ്. 5 ആണെന്നല്ല, സ്റ്റാർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള വാല്യൂ എന്നേ അർത്ഥമുള്ളൂ.
അപ്പം ഞാൻ ഇവിടെ സ്റ്റാർ എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് 10 മാറും. ഈ n എന്തായിട്ട് മാറും? 10 ആയിട്ട് മാറും. നോക്കിക്കേ, ഇനി ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കുവാണ്. എൻ്റെ സ്റ്റാർ എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ 10 വരും. അപ്പം എന്തായി മാറി? എന്നിട്ട് അപ്പോൾ പ്രോഗ്രാം ചെയ്ത് വരിക. പ്രോഗ്രാം ചെയ്ത് വരുമ്പം ഇതിനെ വിളിക്കുവാണ്. ഇതിനെ വിളിച്ചപ്പോഴത്തേന് അതെത്തി. സ്റ്റാർ എക്സ് 10 എന്ന് കൊടുക്കാൻ പറഞ്ഞു. സ്റ്റാർ എക്സ് 10 എന്ന് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഇതിനകത്ത വാല്യൂ 10 ആക്കാനാണ് പറഞ്ഞത്. അപ്പം ഓട്ടോമാറ്റിക്കലി 10 ആയി പോകും. അപ്പം ഇത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്രിന്റ് ചെയ്ത്, അടുത്ത ഞാൻ വീണ്ടും ഇവിടെ എത്തി. അടുത്ത ഒരു ലൈൻ കൂടി പറയുന്നുണ്ട് ഈ പ്രിന്റ് ചെയ്യാൻ. അപ്പോഴത്തേന് ആ 10 ആയി കഴിഞ്ഞിട്ടുണ്ട്. ഡൗട്ടൊന്നുമില്ലോ. ഇതാണ് സിമ്പിൾ സാധനം. മനസ്സിലായില്ലേ? ഇത് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി നല്ലപോലെ ഓർത്താൽ മതി. കോൾ ബൈ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ഞാൻ എന്നിനെ ഇങ്ങോട്ട് വാല്യൂ നോക്കുന്നത് കണ്ടില്ലേ? എന്നിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനെ ഞാൻ എന്താണ് പറയുന്നത്? എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എടുക്കുവാണ്. എന്നിട്ട് എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തിട്ട് എക്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് വരും? നോക്കിക്കേ, എക്സ് 10 സ്ക്വയർ എന്ന് വേണ്ട, ഇവിടെ മറ്റേ എന്താണ് എക്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എക്സ് പ്രിന്റ് ചെയ്തു. ഓക്കെ, നോക്കിയേ, ഇതാണ് കോൾ ബൈ വാല്യൂ. കോൾ ബൈ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എന്നിനെയാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അതായത് ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കാൻ പറഞ്ഞ്, എന്നിട്ട് ആ കോപ്പിയിലാണ് ഞാൻ മാറ്റം വരുത്തിയത്. മനസ്സിലായില്ലേ? അതായത് നോക്കണം, ഇനി ഒന്ന് നോക്കിയാൽ ബോർഡിൽ നോക്കിയാൽ കോൾ ബൈ വാല്യൂ രണ്ടും മനസ്സിലാകും കേട്ടോ. കോൾ ബൈ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ n = 5 ആണ്. ആ എന്നിനൊരു കോപ്പി ഉണ്ടാക്കാൻ പറഞ്ഞു എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 ആയി. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ഇങ്ങോട്ടുണ്ടാക്കി. ഇനി ഞാൻ പറയണ കോപ്പിയിൽ മാറ്റം വരുത്താൻ പറയുകയാണ്. കോപ്പിയിൽ മാറ്റം വരുത്താൻ പറഞ്ഞാൽ ഈ എക്സ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. എന്ത് തിരിച്ചു പോകാൻ നേരത്ത് ഇവിടെ കോപ്പിയിലാണ് മാറ്റം വരുന്നത്. ഇവിടെ ഒരിക്കലും മാറ്റം വരുന്നില്ല. ഇവിടെ പ്രിന്റ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 തന്നെ കാണിക്കും. എന്നിൻ്റെ ഒരു കോപ്പി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ 10 എന്നൊക്കെ മാറ്റി. പക്ഷേ ഇവിടെ ഒരിക്കലും മാറുന്നില്ല. പക്ഷേ കോൾ ബൈ റെഫറൻസിൽ എന്താണ്? അതാണ് കോൾ ചെയ്യുന്ന രീതി കണ്ടോളും. ഞാൻ ആ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ്, ചുമ്മാ ഒരു ഫംഗ്ഷൻ, മനു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ ഞാൻ n = 5 ആണ് ആദ്യമേ ഞാൻ അസൈൻ ചെയ്തത്. ഇൻറ്റ് n = 5. എന്നിട്ട് ഈ എന്നിൻ്റെ അഡ്രസ്സാണ് ഞാൻ ഈ ഫംഗ്ഷൻ വഴി പാസ് ചെയ്തത്. ആ ഫംഗ്ഷനെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളാരാണ്? നമ്മുടെ പോയിൻ്ററാണ്. പോയിൻ്റർ എക്സ് എന്ന് വേണേൽ പറയാം. ദാറ്റ് മീൻസ് പോയിൻ്റർ എക്സ് ഇൻറ്റ് ഓഫ് പോയിൻ്റർ എക്സ് ഈക്വൽ ടു അഡ്രസ് ഓഫ് n എന്നാണ്. ഇനി ഞാൻ കളി കാണിച്ചു തരാം. എക്സ് ഒരു പോയിൻ്റർ ആണെന്ന് മനസ്സിലായി. ഇറ്റ്സ് എ പോയിൻ്റർ എക്സ്. എക്സ് ഈക്വൽ ടു എന്നാണ്. എക്സ് ഒരു പോയിൻ്റർ ആണെന്ന് മനസ്സിലായി. ഡൗട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ 2 ബോക്സ് വരയ്ക്കാം. ആദ്യത്തെ എൻ്റെ ബോക്സ് എന്താ? n = 5 ആയിരുന്നു. n എന്ന് പറയുന്ന സാധനമായിരുന്നു 5 ആയിരുന്നു. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞു? എന്നിൻ്റെ അഡ്രസ്സ് എക്സിലേക്ക് സേവ് ചെയ്യാൻ പറഞ്ഞത്. എക്സ് അപ്പം എന്തായി? ഒരു പോയിൻ്റർ ആയിട്ട് മാറി. സോറി, ഇതിനകത്ത് അഡ്രസ് ഓഫ് n. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇതാണ് കോൾ ബൈ റെഫറൻസ്. ഈ ഒറ്റ ഒരു ലൈൻ ആലോചിച്ചാൽ, ഈ ഒറ്റ ലൈൻ ആലോചിക്കുമ്പോൾ എന്താ? എക്സ് ഒരു പോയിൻ്ററാണ്. പോയിൻ്ററിനിട്ട് അതിനകത്ത് എന്തുണ്ട്? അഡ്രസ് ഓഫ് n ഉണ്ട്. അഡ്രസ് ഓഫ് n ഇതുണ്ട്. ഇനി നിങ്ങളോട് കാണാതെ ഓർത്തിരിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പോയിൻ്റർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 5 ആയിരിക്കും. ശരിക്കും ഇനിയും പഠിക്കേണ്ട അങ്ങനെയല്ല. പോയിൻ്റർ എക്സ് എന്ന് വെച്ചാൽ 5 ആയിരിക്കും എന്നല്ല. പോയിൻ്റർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്മറി ലൊക്കേഷൻ ഞാൻ ആക്സസ് ചെയ്യാന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, കോൾ ബൈ വാല്യൂ ഗേറ്റിനൊക്കെ നല്ലപോലെ ഈ കൺസെപ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കോൾ ബൈ വാല്യൂവിൽ എന്തായിരുന്നു? ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോപ്പിയിൽ കിടന്നിട്ടാണ് പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കോൾ ബൈ റെഫറൻസിൽ എന്താ പറ്റിയത്? ഞാൻ കോൾ ബൈ റെഫറൻസിൽ എന്താണ്? ഈ പോയിൻ്റർ എക്സിനെ മാറ്റം വരുത്താൻ പറഞ്ഞാൽ പോയിൻ്റർ വഴി ഞാൻ പഴയ മെമ്മറി ലൊക്കേഷൻ തന്നെ ആക്സസ് ചെയ്യുവാണ്. ചുരുക്കി പറഞ്ഞാൽ കോൾ ബൈ വാല്യൂവിൽ എനിക്ക് 2 മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. കോൾ ബൈ റെഫറൻസിൽ ഒരു മെമ്മറി ലൊക്കേഷനേ ഉള്ളൂ. ഇവിടെ കിടന്ന് പരിപാടി നടത്തിയിട്ട് അതിനുള്ളിൽ ഓട്ടോമാറ്റിക്കലി മാറ്റും യൂസിങ് പോയിൻ്റർ. അതിപ്പോൾ മനസ്സിലാകും, ഞാൻ കാണിച്ചു തരാം. ആദ്യമേ നോക്കേ, പോയിൻ്റർ എക്സ് ആണ്. ഓക്കെ, പോയിൻ്റർ എക്സ് ഈക്വൽ ടു എന്താണ്? പോയിൻ്റർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണെന്നല്ല. പോയിൻ്റർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലെ ആ ലൊക്കേഷനാണ്. ആ ലൊക്കേഷൻ ഞാൻ ആക്സസ് ചെയ്തിട്ട് ആ ലൊക്കേഷനിൽ പോയിൻ്റ് x = 100 ഇട്ടോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ഇപ്പം എവിടെയാണെന്നറിയാമോ? ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ ഫംഗ്ഷനകത്താണ്. പക്ഷെ ഞാൻ ആക്സസ് ചെയ്യുന്നത് എവിടെ?
പഴയ എൻ്റെ n=5 അപ്പോൾ ഇവിടെ ഞാൻ പോയിന്റർ x=10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പഴയ വാല്യൂ മാറുമെന്നർത്ഥം. ഓക്കെ, ഇനി ആ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഇൻറ്റ് n=5. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു മെമ്മറി ലൊക്കേഷൻ എടുത്തു, n എന്ന് പേരിട്ടു, അത് 5 ആയി. അഡ്രസ് ഓഫ് n ആണ്. അടുത്ത ഞാനൊരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഈ അഡ്രസ് ഓഫ് n അങ്ങ് പാസ് ചെയ്തു. അതിനെ ഞാൻ വോയിഡ് മനു എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ പേരാണ്. ഇൻറ്റ് സ്റ്റാർ എക്സ് എന്നിട്ടു. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇൻറ്റ് സ്റ്റാർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ഓഫ് n ആണെന്നാണ്. ദാറ്റ് മീൻസ് ഇവിടെ തന്നെ എൻ്റെ പോയിന്റർ എന്ന് പറയുന്ന സാധനം എക്സ് ആണ്, അതിൽ അഡ്രസ് ഓഫ് n ആയി. ഇനി സ്റ്റാർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ എനിക്കൊരു സ്റ്റാർ എക്സ് വന്ന്. ഈ സ്റ്റാർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എന്നാണ്. അതായത് സ്റ്റാർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മെമ്മറി ലൊക്കേഷൻ തന്നെ ഞാൻ ചെന്നു. കോൾ ബൈ വാല്യൂസിൽ അങ്ങനല്ല. n=5 ആണെങ്കിൽ ഏതാണ്? ഞാൻ പുതിയൊരു x=5 എന്ന് പറഞ്ഞ വേറൊരു മെമ്മറി ലൊക്കേഷൻ എടുക്കുമായിരുന്നു. കമ്പ്യൂട്ടറിന് അത്രയും മെമ്മറി എക്സ്ട്രാ എടുക്കേണ്ടി വരും. ഇവിടെ ഞാൻ ഈ ഫംഗ്ഷൻ എടുക്കാൻ നേരത്ത് ഒരിക്കലും വേറൊരു മെമ്മറി എടുക്കുന്നില്ല. സ്റ്റാർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇതിനകം ആക്സസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് സ്റ്റാർ =100 ആക്കാൻ പറഞ്ഞാൽ ഇതിനുള്ളിൽ 100 ആകും. ദാറ്റ് മീൻസ് n5 എന്ന് പറഞ്ഞാൽ പരിപാടി തുടങ്ങിയത്. പക്ഷേ ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്താക്കി? 100 ആക്കി. ഇവിടെ പ്രിന്റ് n പറഞ്ഞു കഴിഞ്ഞാൽ 100 വരൂ. ഉദ്ദേശം മനസ്സിലായോ? ആദ്യമേ ഞാൻ n-നകത്ത് 5 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനെ ഞാൻ കോൾ ബൈ റെഫറൻസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ്? സ്റ്റാർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണം, നേരെ എന്താണ്? അവൻ പോയി ആ മെമ്മറിക്കകത്ത് പിടിച്ചെന്നാണ്. സ്റ്റാർ എക്സിൽ എന്ത് മാറ്റം വരുത്തിയാലും ഇതിൽ മാറ്റം വരും. അതാണ് നമ്മുടെ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇൻറ്റ് x=5. പോയിന്റർ ഒന്നുകൂടി മനസ്സിലാവും. ഇൻറ്റ് x=5 ഞാൻ 5 കൊടുത്തു. ഇനി ഇതൊരു പോയിന്റർ ആണെന്ന് ഇരിക്കട്ടെ. സ്റ്റാർ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഇതിൻ്റെ അഡ്രസ്സ് 2010 അപ്പോൾ ഇത് 2010. സ്റ്റാർ പോയിന്റർ എന്താ? സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ വാല്യൂ എന്നാണ്. സ്റ്റാർ PTR=100 ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? 100 ആയിട്ട് മാറും. അത് നിങ്ങൾക്ക് ചെറിയ പ്രോഗ്രാമിൽ ഇപ്പോൾ മനസ്സിലാക്കി തരാം. ഇൻറ്റ് n=5 ആയി. ഇനി നമുക്കൊന്ന് ഒരു പോയിന്ററിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സ്റ്റാർ PTR എന്താണ്? അഡ്രസ് ഓഫ് n ആണെന്ന് പിടികിട്ടി. ഇനി ഞാൻ പറയാൻ പോവാണ്, സ്റ്റാർ PTR അതാണ് ഞാൻ നിങ്ങളെ മറ്റേ പ്രോഗ്രാമിൽ പഠിപ്പിച്ചത്. സ്റ്റാർ PTR ഒരു കാര്യം നോക്കിയേ, ഞാനിപ്പോൾ പറഞ്ഞെന്താണ്? ബോർഡിനോട് നോക്കിയേ. n=5 എന്ന് കൊടുത്ത്, അപ്പോൾ എന്താണ്? n എന്ന് പറയുന്നതിനകത്ത് 5 എന്ന് പറയുന്ന ഇതുണ്ടായി. എന്നിട്ട് ഞാനൊരു PTR ഇട്ട്, ഇത് 2010 ഇത് 2010 ആയിരിക്കും. സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏത് വാല്യൂ ആണ്? ഇതിനുള്ളിലെ വാല്യൂ എന്ന് ആലോചിച്ചാൽ മതി. ഞാൻ സ്റ്റാർ PTR=100 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ പറയുകയാണ് printf. എന്ത് പ്രിന്റ് ചെയ്യാൻ പറയാണ്? ആദ്യത്തെ n പ്രിന്റ് ചെയ്യാൻ പറയാണ്. %d(n). എത്ര ആയിരിക്കും n വരുന്നത്? കണ്ടോ? n=5. എന്നിട്ട് ഞാനൊരു പോയിന്റർ ഡിഫൈൻ ചെയ്ത്, എന്നിട്ട് n-നകത്ത് ആക്സസ് n ഉപയോഗിക്കാതെ n-നകത്ത് കയറിയിട്ട് ഞാൻ പണി നടത്തിയത് കണ്ടോ? അതാണ് കോൾ ബൈ റെഫറൻസ്. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഐഡിയ ആണ് ഞാൻ ആദ്യമേ നിങ്ങളോട് മറ്റേ ഇത് വെച്ചിട്ട് തന്നില്ലേ? നോക്കി, നമ്മുടെ ബോർഡിനകത്ത് എന്താണ്? ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ? അന്നേരം ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, എന്താണ് പറഞ്ഞത്? അന്നേരം ചോദിച്ചിരുന്നു പ്രിന്റ് എക്സ് എന്ന് പറഞ്ഞാലും പോയിന്റർ 0 ആക്കാൻ പറഞ്ഞ എക്സ് 0 ആക്കി, ഇതും 0 ആക്കി. അതേ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ബോർഡിനോട് നോക്കിയേ, n=5 എന്നിട്ട് ഈ n-നെ മാറ്റാൻ പറഞ്ഞപ്പം ഞാൻ ആ n-നെ തൊടാതെ n മാറ്റിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? n-നെ തൊടാതെ n മാറ്റണമെങ്കിൽ n-ന് കറസ്പോണ്ടിങ് ഒരു പോയിന്റർ ഞാൻ ഡിഫൈൻ ചെയ്യണം. ആ പോയിന്ററിൽ മാറ്റുമ്പം മെമ്മറി ലൊക്കേഷനിൽ തന്നെ മാറ്റിക്കോളും. കാരണം മെമ്മറി ലൊക്കേഷനാണ് ഇതിനകത്ത് പവർ വരുന്നത്. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഏത് കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാം? പോയിന്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താണ് പറഞ്ഞത്? ഇനിയിപ്പോൾ എന്താണ് പറഞ്ഞത്? ഏരിയ കണ്ടുപിടിക്കണോ, ആവറേജ് കണ്ടുപിടിക്കണോ? എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, കോൾ ബൈ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫംഗ്ഷൻ, കോൾ ബൈ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ?
നിങ്ങൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യുക, മനു n വിട്ട് കഴിഞ്ഞാലാണ് എനിക്ക് എന്തായിട്ട് മാറുന്നത്. ഇതിപ്പോൾ എന്താണ്, ഒരു വോയിഡ്. മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ഫംഗ്ഷൻ്റെ പേരാണ് മനു എന്ന് കേട്ടോ. ശരിക്കും എന്താ വെച്ചാൽ മനു എന്ന് പറയുന്ന n എടുത്ത് അത് കോൾ ബൈ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ, ഇനി ഒരു കാര്യം ഓർത്തണം, കോൾ ബൈ റെഫറൻസ് ആരെങ്കിലും പോയിന്റർ ഉപയോഗിച്ച് കോൾ ബൈ റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞ് ഓർത്തോണം. എന്നിന് പകരം ഇത്ര ആലോചിച്ചാൽ മതി, കാണാതെ അങ്ങ് ഓർത്തോ. എന്നിന് പകരം അഡ്രസ് ഓഫ് n വിടണം. എന്നിട്ട് ഇവിടെ ഇത് സ്വീകരിക്കേണ്ട ഒരു പോയിന്റർ ആയിരിക്കണം. അപ്പം എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്ററായി. ഇനി എപ്പോഴും ഓർക്കേണ്ട കാര്യമുണ്ട് മോനെ, ഇത് പോയിന്റർ എന്നങ്ങ് ഓർത്തിരിക്കാൻ വേണ്ടി PTR എന്ന് വിടാം. ഇനി എപ്പോഴും ഒരു കാര്യമുണ്ട്, സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്താണ്, ഈ n ആണെന്ന് ആലോചിച്ചോളും. സ്റ്റാർ PTR. ഇനി ഈ എന്നിനെ എന്ത് ചെയ്യണേലും സ്റ്റാർ PTR ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. അഡ്രസ് ഓഫ് എന്നിനെ പാസ് ചെയ്യണം, അതായത് 2 നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? 2 നമ്പറിൻ്റെ സമ്മ് എമ്മും ഉണ്ട് എന്നും ഉണ്ടെന്നിരിക്കട്ടെ. 2 നമ്പറുണ്ട് നമുക്കിപ്പോൾ. ഈ 2 നമ്പറിനെ പാസ് ചെയ്യുന്നതിന് പകരം 2 നമ്പറിൻ്റെ എന്ത് പാസ് ചെയ്യണം, 2 നമ്പറിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്യണം. നമുക്ക് മറ്റേ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. മനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയിൻ്ററാണ് പാസ് ചെയ്യുന്നത്. അപ്പം ഇൻഡ് സ്റ്റാർ കോമ ഇൻഡ് സ്റ്റാർ, ഡൗട്ടൊന്നുമില്ലല്ലോ. പോയിൻ്ററാണ് ഞാൻ പാസ് ചെയ്തത്, ഡിഫൈൻ ചെയ്തു, പാസ് ചെയ്തു. അപ്പോൾ ഇനി ഇവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ എങ്ങോട്ടാണ് വന്നത്, ഇത് രണ്ടും വരേണ്ട 2 ഇതിലേക്കാണ്. ഞാൻ ആദ്യമേ എന്താണ്, സ്റ്റാർ എമ്മും എന്നും എഴുതുന്നതായിരിക്കും നല്ലതല്ലേ. നമ്മുടെ പെട്ടെന്ന് ഒന്നാമത് ഓർക്കാൻ വേണ്ടി എമ്മും എന്നും, അതുപോലെ തന്നെ എമ്മും എന്നും. പ്രശ്നമൊന്നുമില്ല, പറയാൻ എളുപ്പത്തിൽ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എമ്മ് വന്ന് എങ്ങോട്ടാ, എക്സിലോട്ട് വന്ന്. ഇനി അടുത്ത ഏതാ വന്നത്, അടുത്ത വന്നത് എങ്ങോട്ടാ, വൈയിലേക്ക് വന്ന്. ഇനി ഞാൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത് അറിയോ, 2ൻ്റെ എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും ഒരു കാര്യം ഓർത്തു, ഈ അഡ്രസ്സ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ് ഒരു പോയിന്ററായി മാറി, വൈ ഒരു പോയിന്ററായി മാറി എന്നാണ് അർത്ഥം. അതായത് സ്റ്റാർ എക്സ് ഇവിടെ ഇത് കൊണ്ടുവരണം. ഇവിടെ ഞാനിപ്പോൾ പറയാം, പ്രിന്റ് എഫ്. ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. %d സ്റ്റാർ എക്സ്. സ്റ്റാർ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം ആയിരിക്കും. ഓക്കെ, നോക്കിയേ, അതായത് 5 ആയിരിക്കും. കണ്ടില്ലേ, ഇതാണ് പോയിന്ററിൻ്റെ അർത്ഥം. നോക്കണം, ബോർഡിലോട്ട് നോക്കിയേ. മനു എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഞാൻ എമ്മും എന്നും പാസ് ചെയ്ത് 2ൻ്റെ അഡ്രസ്സ് അതെങ്ങോട്ടാണ് വിട്ടത്, സ്റ്റാർ എക്സിലേക്കും സ്റ്റാർ വൈയിലേക്കും. ദാറ്റ് മീൻസ് എമ്മിന് കറസ്പോണ്ടിങ് എക്സ് എന്ന് പറയുന്ന പോയിന്റർ ഉണ്ടായി. എൻ്റെ ഇപ്പോഴത്തെ m = 5 ആണ്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ഒരു എക്സ് ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ എക്സിനെ പിടിച്ചാൽ ഈ വാല്യൂ ആയി എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ n = 3 ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു പോയിന്റർ ഇട്ട്, ഏതാണ് പോയിന്റർ, വൈ ആണ് ഇട്ട്. ദാറ്റ് മീൻസ് സ്റ്റാർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ആണെന്നും സ്റ്റാർ എക്സ് 5ഉം 3ലും എന്ത് ചെയ്യുന്നതിന് പകരം സ്റ്റാർ എക്സിലും സ്റ്റാർ വൈയിലും ചെയ്താൽ മതി എന്ന് നോക്കിക്കേ. അതായത് ഇത് രണ്ടും കൂട്ടുമല്ലേ ചെയ്യേണ്ടത്, കൂട്ടാനാണ് എന്ത് ചെയ്യണം, കണ്ടോ, സ്റ്റാർ എക്സ് ആണ്, കൂട്ടാനാണ് എന്ത് ചെയ്യണം, സ്റ്റാർ എക്സ് പ്ലസ് സ്റ്റാർ വൈയിൽ ചെയ്താൽ മതി. നോക്കിയേ, 2ഉം 8 ആൻസർ ആയിട്ട്, ഡൗട്ടൊന്നുമില്ലോ. 2ഉം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 15 എന്ന് കിട്ടും, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മളൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ എന്താണ്, ഇനി ഞാനിപ്പോൾ ഒരു മാറ്റം വരുത്താൻ പോവാണ്. എൻ്റെ സ്റ്റാർ എക്സ് = 10 എന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പ്രിന്റ് എഫ് കൊടുക്കുവാണ്. പ്രിന്റ് എഫ്, ഇത് പ്രത്യേകിച്ച് മനസ്സിലാവും. പ്രിന്റ് എഫ് %d സ്റ്റാർ എക്സിന് കറസ്പോണ്ടിങ് ചെയ്യുന്ന എമ്മിൻ്റെ പോയിന്ററാണ് എക്സ്. അപ്പോൾ എന്താണ്, എക്സിൽ മാറ്റം വരുത്തി, ഈ എമ്മിലും മാറിയിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ ഞാൻ പറഞ്ഞെന്താ, ബോർഡിലോട്ട് നോക്കിയേ, എമ്മിന് കറസ്പോണ്ടിങ് എക്സ് ആയി, എന്നിന് വൈ ആയി. അതാണ് പറഞ്ഞത്, എമ്മിൻ്റെ പോയിന്റർ എക്സ് ആയി, എന്നിൻ്റെ പോയിന്റർ വൈ ആയി. സ്റ്റാർ എക്സി മാറ്റം വരുത്താന്ന് വെച്ചാൽ എമ്മ് മാറുക എന്നാണ്. സ്റ്റാർ എക്സി മാറ്റം വരുത്തിയ എമ്മ് മാറുക എന്നാണ്. കൂടി നോക്കിയേ, സ്റ്റാർ എക്സി ഞാൻ മാറ്റം വരുത്തി, എമ്മിൽ മാറുന്നുണ്ടോ നോക്കാം. കണ്ട, എമ്മ് മാറി. ഇനി എന്നിൽ പ്രിന്റ് ചെയ്ത് നോക്കാം. എന്നിൽ ഇപ്പം മാറ്റമൊന്നുമില്ല, 3 ആണ്.
എൻ ഇവിടെ മാറിയിട്ടില്ല. ഇനി നോക്കിയേ എൻ എന്താണെന്ന് നോക്കിയേ. എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എന്ന് പറയുന്നത് തന്നെ പോയിന്റർ വൈ ആണ്. ഇനി ഇങ്ങനെയൊക്കെ ഓർത്താൽ മതി. എൻ എന്ന് പറയുന്നത് പോയിന്റർ വൈ ആണ്. അപ്പൊ എന്താ എന്നിന് കറസ്പോണ്ടിങ് വൈ എന്ന് പറയുന്നത് സ്റ്റാർ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് മാറ്റുക എന്നാണ്. സ്റ്റാർ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് മാറ്റുക എന്നാണ്. സ്റ്റാർ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ വൈ എന്ന് വെച്ചാൽ എന്ന് മാറ്റുക എന്നാണ്. ഓക്കെ, അപ്പൊ നോക്കാം. എന്നിപ്പോ ഒന്ന് നോക്കിയേ 100 ആയി. കണ്ടില്ലേ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇനി കുറേ ഫംഗ്ഷൻ 2 നമ്പർ സ്വാപ്പ് ചെയ്യാൻ പറയാണ്. അടുത്തൊരു പ്രോഗ്രാം നിങ്ങൾ എടുക്കോ, വീട്ടിൽ പോയി എഴുതുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കോ. ഏതാണ്? സ്വാപ്പ് എ ആൻഡ് ബി. ഓക്കെ, യൂസിങ് കോൾ ബൈ റെഫറൻസ്. എയും ബിയും സ്വാപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇത്രയേ ഉള്ളൂ. എയും ബിയും ഓക്കെ, എയും ബിയും സ്വാപ്പ് ചെയ്യാനാണ് പറയുന്നത്. എയും ബിയും സ്വാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? എയും സിമ്പിളാണ്. എയും ബിയും സ്വാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങോട്ടാണ് വിടേണ്ടത്? സ്വാപ്പ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുവാണ്. ഓക്കെ, സ്വാപ്പ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി ആ സ്വാപ്പിനെ ഞാൻ കോൾ ചെയ്യുവാണ്. ഒറ്റ കാര്യം ഓർത്തണം. ഇനി നിങ്ങൾ സിമ്പിളായിട്ട് പറയാം. അപ്പം എയും ബിയും സാധാരണ വാല്യൂ വിടുന്നതിന് പകരം എന്ത് ചെയ്യണം? അതിൻ്റെ രണ്ടിൻ്റെ അഡ്രസ്സ് വിടണം. അഡ്രസ്സ് വിട്ട് കഴിഞ്ഞാൽ എയുടെ പോയിന്റർ എക്സ്, ബിയുടെ പോയിന്റർ വൈ എന്ന് ആലോചിച്ചാൽ മതി. അതായത് സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എ ആയിരിക്കും, സ്റ്റാർ ബി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പം എനിക്ക് എന്താണ് പറയേണ്ടത്? ഇതിനെ സ്വാപ്പ് ചെയ്യേണ്ട കാരണം എന്താ? ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു ടി എന്ന് എടുക്കണം. ആദ്യമേ എയുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ എക്സിൻ്റെ വാല്യൂ എന്ന് ആലോചിച്ചാൽ മതി. ഇനി നമ്മൾ ഒറ്റയടിക്കും ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിന്റർ ഉപയോഗിച്ച് ഞാൻ ആ എ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആക്സസ് ചെയ്ത് എനിക്കിവിടെ എ = 5 എന്നാണ്. അതായത് എയിൽ 5 ഇടുമെന്നാണ്. പോയിന്റർ ഉപയോഗിച്ച് അങ്ങനെയല്ല പറയുന്നത്. എയ്ക്കുള്ളിലുള്ള എന്തിനാ ഞാൻ മാറ്റുമെന്നാണ് പറയുന്നത്. ഇൻഡി എ. അപ്പം എയ്ക്കുള്ളിൽ ഇപ്പോൾ 5, എയ്ക്കുള്ളിലോ ഇക്വലൻ്റ് എന്താ? സ്റ്റാർ എക്സ് ആണ്. അപ്പം ഞാൻ ആദ്യമേ എയ്ക്കുള്ളിലൊരു വാല്യൂവിനെ ടിയിലേക്ക് ഇട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? എയ്ക്കുള്ളിലെ എയിനെ ഞാൻ ടിയിലേക്ക് ഇട്ട്. അപ്പം എ എൻ്റെ കാലിയായി. ഓക്കെ, സ്വാപ്പിങ് ഞാൻ പഠിച്ചിട്ടില്ലേ? മൂന്നാമതൊരു ഓർമ്മയില്ലേ? എ = 5 ഉണ്ട്, ബി = 3 ഉണ്ട്. ആദ്യമേ ഞാൻ എന്ത് ചെയ്യണം? ഒരു ടെമ്പററി സാധനം എടുത്തിട്ട് ആദ്യമേ എ അങ്ങോട്ട് ചെയ്യണം. അപ്പോൾ എയിലുള്ള സാധനം ടെമ്പററി ചെന്ന്, അതുകൊണ്ട് എനിക്ക് എയിലേക്ക് ഞാനിപ്പോൾ ബി അസൈൻ ചെയ്തു. അപ്പോൾ ബി ഇപ്പോൾ എയിലെത്തി. ഇനി എനിക്ക് എന്താ ഉള്ളത്? ബിയിൽ എന്താ വേണ്ടത്? എയിലെ സാധനം ടെമ്പററി കിടപ്പുണ്ട്. അപ്പോൾ ടെമ്പററി അസൈൻ ചെയ്യും. അപ്പോൾ എയും ബിയും മാറി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഒറ്റ കാര്യം പറയാം, നിങ്ങൾക്ക് മനസ്സിലാകും. എ എടുത്തിട്ട് ടിയിലേക്ക് ഇടണം. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ എ കാലിയായി. അതുകൊണ്ട് എ = ബി എടുത്തിട്ട് എന്തിലേക്ക് ഇടണം? ബി എടുത്തിട്ട് എയിലേക്ക് ഇട്ടു. ഇനി എന്താണ് ചെയ്യേണ്ടത്? എ എന്ന് പറയുന്ന സാധനം ടിയിലേക്ക് ഇട്ട്. അപ്പം എ ഇപ്പം കാലിയാണ്. അതുകൊണ്ട് എയിലേക്ക് ബി വരാൻ പറഞ്ഞ്. അപ്പം ബിയിലേക്ക് ഇനി എന്ത് വേണം? ബിയിലേക്ക് ഇനി എന്ത് വേണം? എ പോയി ടി കിടപ്പുണ്ട്. അതുകൊണ്ട് ടിയിലേക്ക് എന്ന് പറഞ്ഞ്. ഇതാണ് നമ്മുടെ സ്വാപ്പിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒറ്റ കാര്യമുണ്ട്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? എൻ്റെ പോയിന്റർ ആയിരിക്കും. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? പോയിന്റർ എക്സ് എന്നിടാം. എ എപ്പോഴും എന്തായിരിക്കും? എൻ്റെ പോയിന്റർ എക്സ് ആയിരിക്കും. ബി എൻ്റെ എപ്പോഴും എന്തായിരിക്കും? പോയിന്റർ വൈ ആയിരിക്കും. ബി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പോയിന്റർ വൈ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഒന്ന് നോക്കിയേ. ഇനി ഞാനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷൻ വിളിച്ചു, അവിടോട്ട് പോയി എന്ത് ഞാൻ പറയണം? printf %d ഏത് വാല്യൂ ആണ്? എയുടെ വാല്യൂ എന്ന് ഞാൻ നോക്കുവാണ്. ഓക്കെ, റൺ ചെയ്ത് എയുടെ വാല്യൂ ഇപ്പം 3 ആയിട്ടുണ്ടോ നോക്കിയേ. ഫംഗ്ഷൻ കോൾ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനു എന്ന് പറയുന്ന ഫംഗ്ഷൻ അഡ്രസ് ഓഫ് എയും അഡ്രസ് ഓഫ് ബി, സോറി സ്വാപ്പ് എന്നും പേര് മാറ്റിയായിരുന്നു കേട്ടോ. നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് മാറ്റിയായിരുന്നു. നോക്കിയേ, പ്രിന്റ് എ 5 ആണ്. കണ്ടല്ലോ? കോൾ ബൈ വാല്യൂ ആണ്. ഒരിക്കലും നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റുകയില്ല. നോക്കിയേ, എ 5 ആണ്, ബി 3 ആണ്. എങ്ങനെയാ കളിച്ചെന്ന് നോക്കണേ. നോക്കണം, എ 5 ആണ്. അപ്പം എന്ത് ചെയ്തു? അഡ്രസ് ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്. ഞാനൊരു പോയിന്റർ ഇട്ട്, എക്സ് എന്ന് പറഞ്ഞ പോയിന്ററായി. അതായത് സ്റ്റാർ എക്സ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എയുടെ വാല്യൂ മാറ്റാം എന്നാണ്. മനസ്സിലായില്ലേ?
അങ്ങനെ ഞാൻ സ്വാപ്പിംഗ് നടത്തി. ഇനി വേറെ ഉണ്ട്, ഇതേ പ്രോഗ്രാമിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതാം, എ ബി ഇത് രണ്ടും സെയിം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇതെല്ലാം പറയുന്നതിന് പകരം പോയിന്റർ ഉപയോഗിച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? എക്സ് വൈ ഇത്രയേ ഉള്ളൂ സ്വാപ്പിംഗ്. അപ്പോൾ എന്താണേലും ഒരു കാര്യം ഓർത്തോളുക, വാല്യൂ വിടുന്നതിന് വരെ അഡ്രസ്സ് വിടുക. അഡ്രസ്സ് വിട്ട പാടെ ഓർക്കണം, സ്റ്റാർ എ ആംബാസൻ എ എങ്ങോട്ടാണ് വന്നത്? ഇവിടെ ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്ന് പറയുന്ന പോയിന്റർ ഉണ്ടായിക്കഴിഞ്ഞു, ബിക്ക് പകരം ഞാൻ വൈ എന്ന് പറയുന്ന പോയിന്റർ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി എപ്പോഴും ഓർത്തോണം, എയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണേ സ്റ്റാർ എക്സിൽ മാറ്റം വരുത്തിയാൽ മതി. ക്ലിയർ അല്ലേ? ഒന്നുകൂടി നോക്കണം, ഇത്രയേ ഉള്ളൂ പോയിന്റർ എന്ന് പറയുന്നത്. ഒരു കൺക്ലൂഷൻ കൂടി ഇട്ടിട്ട്, ശരിക്കും ഒരു കൺക്ലൂഷൻ കൂടി ഇട്ടിട്ട് ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ശ്രദ്ധിച്ച് കേട്ടോണം, ഇനി നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഈ കൺക്ലൂഷൻ മസ്റ്റായിട്ട് കാണണം കേട്ടോ. ഞാൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓവറോൾ ഒരു ഐഡിയ കിട്ടി. ഇനി ഞാൻ എല്ലാം ഒന്ന് പറയാൻ പോവാണ്. ഇൻഡ് എ ഇസ് ഈക്വൽ ടു 22 എന്നിട്ട് ഞാൻ എന്നിട്ടൊരു പോയിന്റർ ഡിഫൈൻ ചെയ്ത് PTR എന്നൊരു പോയിന്റർ ഡിഫൈൻ ചെയ്ത് അതിനകത്തോട്ട് അഡ്രസ് ഓഫ് എ ഇട്ട്. ഇതിൻ്റെ അർത്ഥം ഓർത്തോണം, എ എന്ന് പറയുന്ന വേരിയബിളിൽ 22 ഉണ്ട്, അതിൻ്റെ അഡ്രസ്സാണ് അഡ്രസ് ഓഫ് എ. ആ അഡ്രസ് ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 ആണെന്ന് ഇരിക്കട്ടെ, ആ 2010 സേവ് ചെയ്യുന്ന സാധനമാണ് എൻ്റെ പോയിന്റർ. ഇതിൽ PTR എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2010 ഒരു അഡ്രസ്സാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ %u PTR, ദാറ്റ് മീൻസ് സ്റ്റാർ ഈക്വൽ ടു 100 ആക്കാൻ പറഞ്ഞാൽ ഇതിനുള്ളിൽ 100 ആകും. ദാറ്റ് മീൻസ് N5 എന്ന് പറഞ്ഞാൽ പരിപാടി തുടങ്ങിയത്. പക്ഷേ ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്താക്കി, 100 ആക്കി. ഇവിടെ പ്രിന്റ് N ഈക്വൽ ടു പറഞ്ഞു കഴിഞ്ഞാൽ 100 വരൂ. ഉദ്ദേശം മനസ്സിലായോ? പ്രിന്റ് ചെയ്യണം. അതേസമയം സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള വാല്യൂ എന്നാണ് 22 എന്ന്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം, ഇങ്ങനൊക്കെ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റാർ PTR ഈസ് ഈക്വൽ ടു 100 എന്ന് ഞാൻ കൊടുത്തെന്നിരിക്കട്ടെ. ഇങ്ങനൊക്കെ ഡിഫൈൻ ചെയ്തതിന് ശേഷം സ്റ്റാർ PTR ഈസ് ഈക്വൽ ടു 100 എന്ന് കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? സ്റ്റാർ PTR എന്താ? സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള ആക്സസ് ചെയ്യാനാണ്. അത് 100 എന്ന് കൊടുത്തു. പിന്നെ ഞാൻ എ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എത്ര എ പ്രിന്റ് ചെയ്യത്തുള്ളൂ? A22 പ്രിന്റ് ചെയ്യുമോ? ഇല്ല, 100. പോയിന്റർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം A22 എന്ന് കൊടുത്ത് എ ഇസ് ഈക്വൽ ടു 100 എന്ന് കൊടുക്കുന്നതിന് പകരം ഞാൻ ഈ സ്റ്റാർ PTR എന്താ? സ്റ്റാർ PTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലെ വാല്യൂ എന്നാണ്. അപ്പം സ്റ്റാർ PTR ഈക്വൽ ടു 100 കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി എൻ്റെ എ എന്തായി മാറിക്കഴിഞ്ഞു? അടുത്ത ലൈനിൽ എൻ്റെ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ആയി മാറിക്കഴിഞ്ഞു. പിന്നെ പ്രിന്റ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയേ കാണിക്കത്തുള്ളൂ? 100 എന്നേ കാണിക്കത്തുള്ളൂ. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഒരു കാര്യം ഓർത്തണം, എനിക്കൊരു N ഈക്വൽ ടു 22 ഉണ്ട്, അതിൻ്റെ അഡ്രസ്സ് 2010 ആണ്. ഞാൻ ആദ്യത്തെ പോയിന്റർ ഡിഫൈൻ ചെയ്തു, അത് 2010 ആണ്. അതിൻ്റെ അഡ്രസ്സ് 2014 ആണ്. അതായത് ഈ പോയിന്ററിൻ്റെ അഡ്രസ്സ് സേവ് ചെയ്യുന്ന മറ്റൊരു സാധനത്തെയാണ് ഞാൻ എന്ത് പറയുന്നത്? പോയിന്റർ ടു പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ 2018 സേവ് ആകുന്നത്. ഇനി ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, PTR എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു അഡ്രസ്സാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ %u PTR എത്രയാണ്? 2010. അത് തന്നെയാണ് %u അഡ്രസ് ഓഫ് N. മനസ്സിലായില്ലേ? അതായത് PTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്യും, ഇത് തന്നെയാണ് അഡ്രസ് ഓഫ് N. അപ്പോൾ അഡ്രസ് ഓഫ് N പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ 2010 പ്രിന്റ് ചെയ്യും. അടുത്ത ഇനി ഒരു കാര്യം പറയാണ്, PPTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? PPTR എന്താ പ്രിന്റ് ചെയ്യത്തുള്ള? ഒരു വാല്യൂ ആണോ? അല്ല, ഒരു അഡ്രസ്സാണ് പ്രിന്റ് ചെയ്യുന്നത്, %u. PPTR പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ 2014 പ്രിന്റ് ചെയ്യും. അതേസമയം അതുപോലെ തന്നെ 2014 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? PTRൻ്റെ അഡ്രസ്സാണ്. ദാറ്റ് മീൻസ് അഡ്രസ് ഓഫ് PTR എന്ത് തന്നെ എനിക്ക് തരും? 2014 തരും. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഒരു കാര്യം തോന്നും, സ്റ്റാർ PPTR. ഇനി നമുക്ക് ഭയങ്കര എളുപ്പം, ഇത്രയും പഠിച്ച് സ്റ്റാർ PPTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോളാം, PPTRൻ്റെ അഡ്രസ്സിലുള്ള വാല്യൂ. അതായത് ഞാൻ ഇനി ഒരു കാര്യം പറയാണ്, സ്റ്റാർ PPTR ഈസ് ഈക്വൽ ടു 100 എന്ന് ഞാൻ ഇങ്ങനെ ഡിഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർ PPTR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ്. ഈ വാല്യൂ ഒരു മെമ്മറി ലൊക്കേഷനാണ്. മെമ്മറി ലൊക്കേഷനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ? അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം സ്റ്റാർ PPTR എടുത്ത് കഴിയുമ്പോൾ സ്റ്റാർ PPTR പറഞ്ഞു കഴിഞ്ഞാൽ 2010 തരും. പിന്നെ ഒരു സ്റ്റാർ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ?
ആ 2010 അതായത് സ്റ്റാർ PPTR എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ഓർത്തോണം ഈ അഡ്രസ്സിലുള്ള വാല്യൂ ആണ്. അപ്പോൾ എന്താ പറ്റി സ്റ്റാർ PPTR ഇടുമ്പോഴത്തേന് PPTRലുള്ള അഡ്രസ്സിലുള്ള വാല്യൂ അതിൻ്റെ മുമ്പിൽ ഒരു സ്റ്റാർ കൂടി ഇട്ടാൽ വീണ്ടും അതിനകത്തുള്ള വാല്യൂ എന്നാണ്. അപ്പോൾ സ്റ്റാർ PPTR എന്ന് വെച്ചാൽ 22 തരും. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു x=5 എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ആ അഡ്രസ് ഓഫ് എക്സ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുവാണ്. അത് ഞാൻ സ്വീകരിക്കുന്നത് തന്നെ എന്താണ് വോയിഡ് മനു എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നത് തന്നെ ഇൻറ്റ് സ്റ്റാർ എ എന്നാണെന്നിരിക്കട്ടെ. ദാറ്റ് മീൻസ് നോക്കിയേ ഇവിടെ ഞാൻ ഡെഫിനിഷൻ കൊടുക്കുവാണ്. ഇൻറ്റ് സ്റ്റാർ എ = അഡ്രസ് എക്സ്. അഡ്രസ് എക്സ് എയിൽ സ്റ്റെയർ ചെയ്യുക. സോ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു പോയിന്റർ ആയിരിക്കും. അതിനകത്ത് ഒരു അഡ്രസ് ഉണ്ടായിരിക്കും. ഈ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അഡ്രസ് ഓഫ് എക്സ് x=5. അതായത് സ്റ്റാർ എയിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തി ഇതിലും മാറ്റം വരുത്തുമെന്ന്. അതായത് ഞാനിപ്പോൾ എന്താണ് എനിക്ക് ഇതിൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്ന് പറയുന്ന വാല്യൂ ഞാൻ ആക്സസ് ചെയ്യണത് സ്റ്റാർ എ ആണെന്ന്. സ്റ്റാർ എയുടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും എക്സ് എന്ന് പറയുന്ന വാല്യൂ മാറിക്കോളൂ എന്നർത്ഥം. എന്നിട്ട് ഞാൻ ഇവിടെ പ്രിൻ്റ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ എ = 100 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ സ്റ്റാർ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ വാല്യൂ ആക്സസ് ചെയ്യാന്നാണ്. ഈ വാല്യൂ എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ. സ്റ്റാർ എ = 100 കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുതിയ മെമ്മറി ഒന്നുമില്ല, കോൾ ബൈ വാല്യൂ ആണെങ്കിൽ പുതിയ മെമ്മറി എടുക്കും. ഇവിടെ ശരിക്കും കോൾ ബൈ റെഫറൻസാണ്. സ്റ്റാർ എ 100 കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ എക്സിനുള്ളിൽ കയറിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ 100 ആക്കും. ദാറ്റ് മീൻസ് x5 എന്നുള്ളത് 100 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. പോയിന്റർ ഞാൻ പറഞ്ഞില്ലേ സിമ്പിളാണ്. പോയിന്ററിൽ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഈ സ്റ്റാർ ഒന്നും ഇട്ട് ഓർക്കരുത്. ഇൻറ്റ് ഏജ് = 22 എന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ പോയിന്റർ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. PTR = അഡ്രസ് ഏജ്. ഇതാണെന്ന് മാത്രം ഓർക്കുക. എപ്പോഴും ഓർക്കുക ഒരു പോയിന്റർ അതിൽ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു മെമ്മറി അഡ്രസ് ഉള്ള അതിനുള്ളിലെ ലൊക്കേഷൻ ഇവൻ ആക്സസ് ചെയ്യുമെന്ന് ആലോചിച്ചാൽ മതി. സോ ഏജ് = 22. ഏജ് = 22 എന്ന് വെച്ച് കഴിഞ്ഞാൽ 22 ഏജ് ഉണ്ട്. ഓക്കെ. ഇനി എന്താ പറയുന്നത് സ്റ്റാർ PTR ഇട്ട് കഴിഞ്ഞാൽ ഇവനെ നേരെ മാറ്റുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ സ്റ്റാർ PTR = 100 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തോണം ഏജ് 22 എന്നുള്ളത് 100 ആയി മാറിക്കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, പോയിന്റർ നിങ്ങൾ നല്ലപോലെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കോഡിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി നോക്കുക. പെർസെൻറ്റേജ് എന്താണ് PTR പ്രിന്റ് ചോദിക്കുക, സ്റ്റാർ PTR പ്രിന്റ് ചോദിക്കുക, എക്സിൻ്റെ വാല്യൂ ചോദിക്കുക, സ്റ്റാർ PPTRൻ്റെ വാല്യൂ ചോദിക്കുക. എങ്ങനെയൊക്കെ വരുന്നു ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പോയിന്റർ എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു.